ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് ഇൻവൊക്കേഷൻ പറഞ്ഞിട്ട് തുടങ്ങാം. മാതാജി ക്യാമറ എന്തോ മാറിയിരിക്കുന്നുണ്ടോ? മാതാജി കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഇപ്പൊ ഓക്കെ മാജി, ഓക്കെ മാജി, ഓക്കെ. ഓക്കെ ആണോ? ഓക്കെയാണ് മാജി, ഓക്കെയാണ്, ഓക്കെയാണ്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരോഭ്യസ്യ കൃപാസിന്ധോഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം എൻ്റെ ദീക്ഷാഗുരുവിനും ശിക്ഷാഗുരുക്കന്മാർക്കും എൻ്റെ പ്രണാമങ്ങൾ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ്
हरि बोल, हरि बोल, हरि बोल, मिठाई गौर हरि बोल। गौर प्रेमानंदे हरि हरि बोल। श्री विष्णुपाद परमहंस परिवृताचार्य अष्टोत्तर शतवेंद्य सफयाचरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की जय। श्री श्री राधा माता की जय। श्री श्री जगन्नाथ बलदेव सुभद्रा मैया सुदर्शन की जय। श्री पंचतत्व की जय। गौर प्रेमानंदे हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 5 ശ്ലോകം 161 ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം. ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ? വോയിസ് ഒക്കെ ഓഡിയോ ക്ലിയർ ആണോ? അവധൂത ഗോസാനിരയേക പ്രത്യ പ്രേമധാമ മീനഖേതേന രാമദാസഹായ താണ്ഡനാമ. വർത്തനം. നിത്യാനന്ദ പ്രഭുവിന് ശ്രീ മീനഖേതന രാമദാസൻ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അദ്ദേഹം പ്രേമത്തിന്റെ സംഭരണിയായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത് അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്തെ കുറിച്ച് വളരെ മതിമറന്ന ആഹ്ലാദത്തോടുകൂടി ഗ്രന്ഥകർത്താവ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അദ്ദേഹം എഴുതുകയാണ്. അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു മഹിമ, അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ മഹിമ. അപ്പൊ അദ്ദേഹം ഒരു പതിതനായ ദീവസത്തെ ഉന്നതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഇത് പറയുകയാണ്. അപ്പൊ അന്നേരമാണ് അദ്ദേഹം ഈ പറഞ്ഞ അതായത് ശ്രീ മീനഖേതന രാമദാസൻ, ശ്രീ രാമദാസൻ എന്നും പറയാറുണ്ട് പൊതുവായിട്ട്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അത് വളരെ അതായത് ഇപ്പൊ ഭൃത്യൻ എന്ന് പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ശ്രീ നിത്യാനന്ദ പ്രഭുവും നമ്മുടെ ചൈതന്യ ലീലയിൽ ഒരേപോലെ ലീലയാടിയതാണ്. അപ്പോ ബലരാമൻ തന്നെയാണ് ശ്രീ നിത്യാനന്ദ ബലരാം. അപ്പൊ ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ ഭൃത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗവൺമെന്റിന്റെ ഒരു സെർവന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരാളെന്ന് നമ്മൾ ആ ഗവൺമെന്റിനെ പോലെ തന്നെ ആരാധിക്കുകയും അതേപോലെ അത്രയും റെസ്പെക്റ്റും അതേപോലെ തന്നെ അത് നമ്മൾ കെയർ ചെയ്യുകയും ചെയ്യും. അതേപോലെയാണ് ഭഗവാന്റെ ഭക്തര് അല്ലെങ്കിൽ ഭഗവാന്റെ ഭൃത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്തൻ തന്നെയാണ്. അപ്പം ഭഗവാനെ സദാ സേവിക്കുന്ന ഭൃത്യന്മാര്, സേവകരാണ് ഭക്തന്മാര്. അപ്പൊ അവര് ഭഗവാനെ തന്നെ ഈക്വലാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം മീനഖേതന രാമദാസൻ. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്ന അതായത് എന്താ പറയാ, പ്രേമത്തിന്റെ അല്ലെങ്കിൽ കൃഷ്ണപ്രേമത്തിന്റെ മഹാസംഭരണിയാണ്. അപ്പൊ അദ്ദേഹം അത്രയും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ലീലകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാകും എത്രമാത്രം പ്രേമത്തിന്റെ അല്ലെങ്കിൽ ആ ഭഗവാനോടുള്ള പ്രേമം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന്. ശ്ലോകം 162. ആമാര ആലായേ അഹോരാത്ര സങ്കീർത്തന താഹാദേ ആയിലാതേൻ ഹോ പാന നിമന്ത്രണ. എന്റെ ഗ്രഹത്തിൽ പകലും രാത്രിയിലും നാമസങ്കീർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെ ക്ഷണിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം അവിടം സന്ദർശിച്ചു. അങ്ങനെ ഒരിക്കലും അവിടെ നാമസങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് ഈ എന്താ അദ്ദേഹത്തിന്റെ പേര്, ഗോസായി ആയിട്ടുള്ള മീനഖേതന രാമദാസൻ, അദ്ദേഹം അങ്ങനെ ക്ഷണിക്കപ്പെട്ടതിനെ തുടർന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ വീട്ടിൽ സങ്കീർത്തനത്തിനായി എത്തി. മഹാപ്രേമമായ തിൻഭൂവാസീല അങ്കേന സകല വൈഷ്ണവ താൻഡ വന്ദിലാചരാണേ. അപ്പൊ വൈകാരിക പ്രേമത്തിൽ മഗ്നനായ അദ്ദേഹം എന്റെ അങ്കണത്തിൽ ഇരുന്നു. മറ്റു വൈഷ്ണവരെല്ലാം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പം ഈ നമ്മൾ നാമസങ്കീർത്തനം എന്ന് പറയുമ്പോഴാ അഹോരാത്രമാണ്. ഇവിടെ അത് പറയുന്നുണ്ട്, അഹോരാത്രമാണ് നാമസങ്കീർത്തനം. രാത്രിയിലും പകലും നാമസങ്കീർത്തനം ചെയ്യുന്നതിനെ അഹോരാത്രം എന്ന് പറയാം. നമ്മളിപ്പോ അഖണ്ഡനാമം ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം, പക്ഷെ രാവും പകലും ഒരുപോലെ നാമജപം 24 മണിക്കൂറൊക്കെ ചിലര് നാമസങ്കീർത്തനം ചെയ്യും. അതിനാണ് അഹോരാത്രം. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 3-4 ദിവസമൊക്കെ ശ്രീവാസാങ്കന്റെ വീട്ടില്
കണ്ടിന്യൂസ് കീർത്തനമാണ്, നിർത്താതെയുള്ള നാമസങ്കീർത്തനമാണ്. കാരണം കലിയുഗത്തിലേക്ക് നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സങ്കീർത്തനമാണ്. സങ്കീർത്തന യുഗമാണ് കലിയുഗം. അപ്പൊ ആ സങ്കീർത്തന യുഗത്തില് ജനിക്കുന്ന ഓരോരുത്തരും ഭാഗ്യം ചെയ്തവര് തന്നെയാണ്. പക്ഷെ സങ്കീർത്തനത്തിൽ ഏർപ്പെടണമെന്ന് മാത്രം. കൃഷ്ണാവബോധത്തിൽ വന്ന് സങ്കീർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം അത്രയും ഭാഗ്യം ആണ് കലിയുഗം എന്ന് പറയാം. അത്രയും ഈസിയായിട്ട് ഭഗവത് പ്രാപ്തി സംഭവിക്കും, അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അഹോരാത്രം ഇങ്ങനെ നാമജപം നടക്കുന്ന സമയത്ത്, സങ്കീർത്തനം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും അവിടെ വന്ന് അദ്ദേഹം തന്റെ അങ്കണത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ, ഡിവോട്ടീസ് ഒക്കെ വന്ന് അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുമായിരുന്നു. അപ്പോ അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈകാരിക പ്രേമത്തിലാണ് എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവാനോടുള്ള പ്രേമം, അല്ലെങ്കിൽ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ, നിത്യാനന്ദ പ്രഭുവിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് അദ്ദേഹം പ്രേമത്തിന്റെ മൂർത്തിഭാവം. അതേപോലെ തന്നെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും അവരുടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ ലീലകള്, മറ്റു ഭക്തന്മാരോടൊത്തുള്ള ലീലകള്, നാമസങ്കീർത്തനം, സങ്കീർത്തന രാത്രികളും പകലുകളും, അപ്പൊ ഇതിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവരെപ്പോഴും മതിമറന്ന്, അതായത് എന്താ പറയാ, വിപ്രലംബ ഭാവത്തിലാണ് അവര്. എന്ന് വെച്ചാൽ ഭഗവാനോടുള്ള ആ സെപ്പറേഷൻ, ആ ഒരു വൈകാരികമായിട്ടുള്ള വിരഹത്തിന്റെ ഒരു ഭാവം, അതാണ് വിപ്രലംബ ഭാവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരുന്നു അവരുടെ ആ വൈകാരിക പ്രേമം എന്ന് പറയുന്നത്. അപ്പം ഭക്തന്മാരെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ആവണം. നമ്മള് ഭക്തി, ഇപ്പൊ നമ്മളൊക്കെ സാധന ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ സാധന ഭക്തിയില് നമ്മള് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഉള്ളില് ശരിയായ ഭക്തി ഇല്ലാത്തവരാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഗുരുവിന്റെ കൃപ കൊണ്ട് നമ്മൾ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്ത് ഹരിനാമം 16 മാല ജപിച്ച് നമ്മൾ ഭക്തന്മാരോട് അസോസിയേറ്റ് ചെയ്ത്, മഹാഭക്തന്മാരോടൊക്കെ അസോസിയേറ്റ് ചെയ്യുമ്പം അവര് ചെയ്യുന്ന കർമ്മങ്ങളെ കണ്ട് കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തില് ആ ഒരു വൈകാരിക പ്രവണത, അതായത് ഭക്തിയുടെ ആ വൈകാരികമായിട്ടുള്ള പ്രവണത ഉണ്ടാവണം. അതാണ് ഉത്സാഹം. ഉത്സാഹത്തോടു കൂടി നമ്മൾ ഭഗവാനെ സേവിക്കണം, ഭക്തന്മാരെ കണ്ടു പഠിക്കണം, അവരുടെ ചേഷ്ടകളെ കണ്ടു മനസ്സിലാക്കണം, അത് അവരുടെ ചേഷ്ടകളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആസ്വദിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഭക്തിയുടെ പലതല തലങ്ങൾ എന്ന് പറയുന്നത്. ചിലർക്ക് നമ്മുടെ ഭക്തിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ ഗുരു പറയുന്നത് കൊണ്ട് നമ്മൾ 16 മാല ജപിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പിന്നെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നു. അപ്പൊ അതിലെല്ലാം ഉപരി, അപ്പൊ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോഴാ നമ്മൾ സ്വയം മുന്നോട്ട് ഇപ്പൊ ദീക്ഷ എടുത്തു, പിന്നെ സെക്കൻഡ് ഇനിഷ്യേഷൻ എടുത്തു, അങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മൾ രാഗാനുഗ ഭക്തി പൊട്ടിമുളയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഭക്തി, അതൊക്കെ കുറച്ചു കാലം എടുക്കും. ചിലർക്ക് സ്പോണ്ടേനിയസ് ഭക്തിയുണ്ട്. ഇപ്പം ആചാര്യന്മാരൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഭക്തി ഉള്ളവരാണ്. പക്ഷെ സാധാരണ ബദ്ധജീവാത്മാക്കളായ നമ്മൾ, കാരണം ഭൗതിക ലോകത്തിന്റെ ഈ വെള്ളത്തിനകത്ത് പിന്നെ ചില സാധനങ്ങൾ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന പോലെ നമ്മുടെയൊക്കെ അവസ്ഥ. കാരണം എന്താ, മായ ഇട്ടിങ്ങനെ തട്ടിക്കളിക്കുകയാണ് നമ്മളെ. ഈ തട്ടിക്കളിക്കുമ്പോഴേ ചിലപ്പം കീഴോട്ടും ചിലപ്പം ഏതാണ് അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടാകുന്നതാണ് ജീവിതത്തില്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട്, കാരണം ഇന്നും ഞാൻ ഒരാളിൽ നിന്ന് കേട്ടതാണ്, ഒരുപാട് ഡിവോട്ടീസിനൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ എന്താണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്, മായ എന്ന് വെച്ചാൽ അത്ര സ്ട്രോങ് ആണ്. എപ്പോഴും നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കണം, ഭക്തന്മാരോട് ചേർന്ന് നിൽക്കണം, എപ്പോഴും അസോസിയേഷനിൽ ഇരിക്കണം, എപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് വായിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴാ എല്ലാം ഹരിനാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പൊ സ്ക്രിപ്റ്റേഴ്സ് ആയാവട്ടെ, ആചാര്യന്മാരാവട്ടെ, അവരുടെ പ്രഭാഷണങ്ങളാവട്ടെ, എല്ലാം തന്നെയും ഹരിനാമത്തെ കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് നമ്മുടെ ജീവിതത്തില് ഹരിനാമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവര് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്, അഥവാ നമുക്ക് പ്രചോദനം നൽകുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ അവരിൽ നിന്ന് കേൾക്കണം, ദൈനംദിനമായിട്ട് അവരിൽ നിന്ന് കേൾക്കണം. അതുപോലെ തന്നെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം, ശ്രീല പ്രഭുപാദ, അദ്ദേഹം ബുക്കുകളൊക്കെ എഴുതി വെച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് അദ്ദേഹം സന്തോഷവാനാകുന്നത്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഇതൊക്കെ എഴുതി വെച്ചത്.
അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ആ വിപ്രലംബ ഭാവം വരണമെങ്കിൽ ഒരുപാട് മുന്നോട്ട് നമ്മൾ സഞ്ചരിക്കണം ഭക്തിയിൽ. അതൊക്കെ ആചാര്യന്മാരുടെ കൃപയും കൂടെ അതിനോടൊപ്പം വേണം. വെറുതെ നമ്മൾ സഞ്ചരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആചാര്യന്മാരെ നമ്മൾ അതേപോലെ നമ്മുടെ ഇപ്പൊ കൃഷ്ണനെ അല്ല ഇസ്കോൺ ആക്ച്വലി നമ്മൾ ഗുരുവിനാണ് കൂടുതൽ പ്രാധാന്യം. ഗുരുവാണ് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ്. അപ്പം അപ്പൊ നമ്മളിങ്ങനെ വൈകാരിക പ്രേമം, ഉജ്ജ്വല പ്രേമം, അതായത് അത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയാണ് അത് കൂടുതൽ നമ്മുടെ മനസ്സ് പരിശുദ്ധമാകും തോറും ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഒരു ശരിയായ സ്ഥിരമായിട്ടുള്ള, അത് അപ്പ് ആൻഡ് ഡൗൺ ആവരുത്, അവിടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു നിലപാടിൽ നാം എത്തിച്ചേരും. അപ്പൊ അങ്ങനെ ആണ് കൃഷ്ണ കോൺഷ്യസിന്റെ പരിശീലനം എന്ന് പറയുന്നത്. ഓരോ ജീവാത്മാക്കളെയും ഈ ഭഗവത് ഭക്തന്മാർ, ആചാര്യന്മാര് അവര് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ കൃഷ്ണാവബോധത്തിന്റെ ആ ഉന്നതമായ നിലയിലേക്ക് കൈപിടിച്ച് എപ്പോഴും അവരുടെ കൈ പിന്നെ എന്താണ് ആ വിരൽ തുമ്പിൽ നമ്മൾ പിടിച്ചോണം. അവരുടെ വിരൽ തുമ്പിൽ നമ്മൾ മുറുകെ പിടിച്ചോണം, വീഴാതെ. കാരണം മായ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. വിശേഷിച്ച് ഓരോ ദിവസം കഴിയും തോറും, കാലം മുന്നോട്ട് പോകും തോറും, കലിയുഗം പുരോഗമിക്കും തോറും കൂടുതൽ പാളിച്ചകൾ വരാൻ, അധപ്പതനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ നമ്മൾ മെറ്റീരിയൽ വേൾഡ് ജീവിക്കുമ്പം നമ്മൾ മറ്റുള്ള മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ നമ്മൾ ഇടപെടേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ കൊള്ളാം നമ്മൾ ടെമ്പിൾ പ്രിമൈസിലായിരിക്കണം ജീവിക്കുന്നത്. അല്ലാത്തവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ സാധന, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ സത്സംഗം, ഇതൊക്കെ എപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചോണം ഗുരുവിനോടൊപ്പം. അതാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഈ വരുന്ന സമയത്ത്, കാരണം അന്നേരം വൈഷ്ണവര് നിത്യാനന്ദ പ്രഭുവിന്റെ ഭൃത്യനാണ്, അദ്ദേഹത്തിന്റെ ഭക്തനാണ്. പക്ഷെ എന്നാലും നിത്യാനന്ദ പ്രഭുവിനോടുള്ളത് പോലെ തന്നുള്ള ആ ആദരവ് അദ്ദേഹത്തോട് എല്ലാവരും കാട്ടി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമായിരുന്നു. നമസ്കാര കാരിതേ കാര ഉപരേ ചാടേ പ്രേമേ കാരേ വംശീമാരേ കഹാകേ ചാടേ. ഭഗവത് പ്രേമത്തിന്റെ ആഹ്ലാദകരമായ അവസ്ഥയിൽ അദ്ദേഹം ചിലപ്പോൾ നമസ്കരിക്കുന്ന ഒരുവന്റെ തോളിൽ ചാടി കയറും, ചിലപ്പോൾ മറ്റുള്ളവരെ തന്റെ ഓടക്കുഴൽ കൊണ്ട് അടിക്കും, മറ്റു ചിലരെ കരത്തലം കൊണ്ട് മെല്ലെ തല്ലുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം ഓരോരോ ലീലകൾ പ്രകടിപ്പിക്കുമായിരുന്നു. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ആ ഉള്ളിലുള്ള ഭഗവത് ഭക്തിയാണ്. നിത്യാനന്ദ പ്രഭു എന്ന് വെച്ചാൽ ആരാണ്? അദ്ദേഹം പരമാനന്ദം നൽകുന്ന ആളാണ് നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദം എന്ന് വെച്ചാല് എറ്റേണൽ ബ്ലിസ്. അവിടെ യാതൊരു ബ്രേക്കും ഇല്ല. ഇപ്പൊ നമ്മൾ സ്പോണ്ടേനിയസ് ലവ് എന്ന് പറയും രാഗാനുക ഭക്തിക്ക് സ്പോണ്ടേനിയസ് ലവ് എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾക്ക് എന്താ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രേമം അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ ആനന്ദം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആനന്ദമാണ്, ബ്ലിസ് ആണ്, സ്പോണ്ടേനിയസ് ബ്ലിസ്. അപ്പൊ അദ്ദേഹം ഈ എന്താ പറയാ വൈഷ്ണവ സംഘങ്ങളിലൊക്കെ വരുമ്പോ അദ്ദേഹം എല്ലാവരോടും അതീവ സന്തോഷവും കാരുണ്യവും ഒക്കെ ചൊരിയുന്ന ആളാണ്. അതേപോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭൃത്യനായിട്ടുള്ള അദ്ദേഹം ചില സമയത്ത് ആ ഭഗവത് പ്രേമത്തിന്റെ ആഹ്ലാദകരമായ അവസ്ഥ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് നമുക്കാർക്കും നമ്മൾ ആ ലെവലിലേക്ക് എത്താത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ആ ടേസ്റ്റ്, അതായത് നാമരുചി എന്ന് നമ്മൾ പറയും. അതായത് രതി, ഭക്തിയുടെ പടവുകളിൽ ഒന്നാണ് രുചി, നാമരുചി വരുമ്പോഴാണ് നമുക്ക് ശരിക്കും കൂടുതൽ ആസക്തി ഉണ്ടാകുന്നത്. നാമം ജപിക്കണം, വെളുപ്പിനെ എഴുന്നേൽക്കണം. ഗോസ്വാമിമാരൊക്കെ അങ്ങനെയാണ്. അവര് രാത്രി കിടന്നേച്ച് അവർ എഴുന്നേൽക്കുന്നത് നാമം ജപിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ബ്രേക്ക് ആവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയാണ് നിത്യാനന്ദ പ്രഭു. അപ്പോ നമ്മൾ എപ്പോഴായാലും വൈഷ്ണവരെ കാണുമ്പോൾ, അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമായിരുന്നു. അപ്പൊ അവരൊക്കെ ചില സമയത്ത് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, അവരുടെ മുകളിൽ ചാടിക്കയറും, അല്ലെങ്കിൽ ഓടക്കുഴൽ കൊണ്ട് അടിക്കും, അല്ലെങ്കിൽ കരത്തലം കൊണ്ട് തല്ലും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ നമ്മൾ വൈഷ്ണവരെ നമസ്കരിക്കുക, അതൊക്കെ ഉജ്ജ്വല പ്രേമത്തിന്റെ ലക്ഷണങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ചിലപ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇത് പുറത്തുനിന്നുള്ള ഒരാൾ കാണുന്നെങ്കിൽ അദ്ദേഹം എന്താ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നും നമസ്കരിച്ച് കഴിയുമ്പോഴേ.
അപ്പം വൈഷ്ണവരെ നമസ്കരിക്കുക അതൊരു നമ്മുടെ ഇസ്കോണിന്റെ ഏറ്റവും വലിയ ഒരു 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 പ്രോസസ്സാണ്. കാരണം വൈഷ്ണവരിൽ കൂടിയാണ് നമുക്ക് കൃഷ്ണഭക്തി കിട്ടുന്നത്. ചൈതന്യ മഹാപ്രഭു എപ്പോഴും പറയാറുണ്ട്, ഒരു വൈഷ്ണവന്റെ അതാ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തി ലത ബീജ. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ. അതേപോലെ അപ്പൊ വൈഷ്ണവര് അല്ലെങ്കിൽ ഭക്തര് ഭഗവാന്റെ സാധുക്കളായിട്ടുള്ള ഭഗവാന്റെ ഭഗവത് ഭക്തന്മാരെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കണം. പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് നമുക്കൊക്കെ ലജ്ജ ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും. കാരണം നമുക്ക് എപ്പോഴും ബോഡിലി കോൺസെപ്റ്റ് ആണ്. കാരണം അങ്ങനെയല്ല, നമ്മൾ അതാണ്, ലജ്ജ ഉണ്ടാവാൻ പാടില്ല. ഭക്ത സജ്ജനങ്ങളെ കാണുമ്പം ലജ്ജ ഉണ്ടാവാതെ എന്ത് ചെയ്യണം? വീണു നമിക്കണം. അത് പറയുന്ന വൈഷ്ണവരെ നമസ്കരിക്കുമ്പോഴാ വാഞ്ചകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യേവച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അതായത് വൈഷ്ണവ പ്രണാമമാണ്. എപ്പോഴായാലും നമ്മൾ പ്രണമിക്കുമ്പോഴാ, ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോഴാവട്ടെ, ഭക്തന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോഴാവട്ടെ, ഗുരുവിന് പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ഇപ്പൊ ഗുരുവിനെ നമസ്കരിക്കുമ്പം ഗുരുവിന്റെ പ്രണാമ മന്ത്രം, ഭഗവാനെ നമസ്കരിക്കുമ്പം ഹരേ കൃഷ്ണ അദ്വൈസ്യ ഹരേ കൃഷ്ണ മന്ത്രം, അല്ലെങ്കിൽ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി, അല്ലെങ്കിൽ പഞ്ചതത്വ മന്ത്രം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം. പിന്നെ അതുപോലെ വൈഷ്ണവരെ നമസ്കരിക്കുമ്പം വാഞ്ചകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എന്തിനാണ്? കാരണം ആ വൈഷ്ണവരെന്ന് വെച്ചാൽ കൽപ്പവൃക്ഷം പോലെയാണ്, ഭഗവാനെ പോലെ തന്നെയാണ് വൈഷ്ണവരും. അപ്പൊ അവരുടെ കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ ഒരു അനുഗ്രഹം, അവരുടെ ഒരു കടാക്ഷം, അവരുടെ ഒരു എന്താ പറയാ ഗ്ലാൻസ്, ഒരു 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 കടാക്ഷം മതി. കാര്യമാണ് വൈഷ്ണവ പ്രണാമങ്ങള്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഭക്തരെ പ്രഭു എന്നും മാതാജി എന്നും ഒക്കെ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ പേര് വിളിക്കാതെ? ഗുരു എന്തിനാണ് നമുക്ക് മറ്റു സ്പിരിച്വൽ നെയിം തരുന്നത്? ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് പോലുള്ള നമ്മുടെ ഏജ് ഒക്കെ ഉള്ളവരെ നമുക്ക് പിന്നെ ആ പേര് വിളിക്കാം. പുരുഷന്മാരെ പ്രഭു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ കാരണം അതെല്ലാം റെസ്പെക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഗീവ് റെസ്പെക്ട് ഗെറ്റ് റെസ്പെക്ട്. നമ്മൾ അതാണ് അമാനിന മാനദേന. എപ്പോഴും നമ്മൾ ഒരിക്കലും ആരിൽ നിന്ന് റെസ്പെക്ട് പ്രതീക്ഷിക്കാനേ പാടില്ല. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. ചൈതന്യ മഹാപ്രഭു അങ്ങനെയായിരുന്നു. ചൈതന്യ മഹാപ്രഭു സകല ആൾക്കാരെ, ഈവൻ മായാമാതി സന്യാസികൾ അവരോട് അസോസിയേറ്റ് ചെയ്തെന്ന് അദ്ദേഹം പറയുന്നെങ്കിലും, പക്ഷെ എന്നാലും അദ്ദേഹം എപ്പോഴും അവരെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു. ഈവൻ സാർവഭൗമ ഭട്ടാചാര്യ ആവട്ടെ, പ്രകാശാനന്ദ സരസ്വതി ആവട്ടെ, അവരെ എല്ലാം അദ്ദേഹം റെസ്പെക്ട് ചെയ്തിരുന്നു അതീവമായിട്ട്. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് എന്താ, ഞാൻ സാധാരണ ഒരു എളിയ ആളാണ്, ഭഗവാനാണ്, പക്ഷെ അതൊക്കെ എന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത്. അപ്പം എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. ചില പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നെ ഭഗവാന്റെ അംശങ്ങളാണ് എല്ലാം. അപ്പൊ ഭഗവാന്റെ അംശങ്ങൾ പേര് നടക്കുന്ന ഓരോ ജീവാത്മാക്കളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അത് ആണ് നമ്മുടെ ഭക്തിയുടെ ഒരു മാനദണ്ഡം കൂടിയാണ്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യും, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത്. സാധാരണ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും വിചാരവും, എന്നെ അവര് റെസ്പെക്ട് ചെയ്തില്ല, പിന്നെ ഞാനിതിനാ റെസ്പെക്ട് ചെയ്യുന്നത്. അങ്ങനല്ല, നമ്മള് അത് കെയർ ചെയ്യാനേ പാടില്ല. നമുക്ക് നമ്മുടെ കിട്ടുന്ന റെസ്പെക്ട് അല്ല, അതൊക്കെ കിട്ടുന്ന റെസ്പെക്ട് നമുക്ക്, അഥവാ അവര് നമ്മളെ നമസ്കരിച്ചാലും റെസ്പെക്ട് തന്നാലും അതെല്ലാം ഗുരുവിന് കൊടുക്കുക. നമ്മളെ ആര് റെസ്പെക്ട് ചെയ്താലും അവര് നമ്മുടെ ഈ ശരീരത്തെ ഒന്നും അല്ല റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലെ പരമാത്മാവിനെയാണ്. പിന്നെ അതുപോലെ ഭക്തിയുള്ള ഭക്തന്മാരെ ആൾക്കാര് നമിക്കുന്നത് ബിക്കോസ് ഓഫ് അവരുടെ ആ ഒരു ഭക്തിയുടെ മാനദണ്ഡത്തിലാണ്. അപ്പൊ എന്താ ഭക്തൻ ചെയ്യേണ്ടത്? അദ്ദേഹം അത് സ്വീകരിച്ച ആ ക്രെഡിറ്റ് തന്റെ ഗുരുവിന് സമർപ്പിച്ച് നമസ്കരിക്കുക, അല്ലെ? നമ്മൾ തിരിച്ചും നമസ്കരിക്കണം. അതുപോലെ തന്നെ നമുക്ക് തന്ന ആ റെസ്പെക്ട് എന്ത് ചെയ്യണം? അത് ഗുരുവിനുള്ള ക്രെഡിറ്റ് ആണ്. നമ്മൾ ഈ ഒരു നിലയിൽ എത്തിയതിന് കാരണക്കാരൻ ഗുരുവാണ്. അങ്ങനെ എല്ലാ വൈഷ്ണവരും ചിന്തിക്കുന്ന അതാണ്. കാരണം എല്ലാം ഗുരുവിനുള്ളതാണ്, ക്രെഡിറ്റ് എല്ലാം ഗുരുവിനാണ്. അപ്പൊ എന്നാൽ മാത്രമേ അത് അമാനിന മാനദേന, എന്നാൽ മാത്രമേ നമുക്ക് കീർത്തനീയ സദാഹരി ഭഗവാന്റെ തിരുനാമം സദാ ജപിക്കാനും പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ ക്രെഡിറ്റ്
അത് ഗുരുവിന് കൊടുക്കുമ്പോഴോ ഗുരു നമ്മളിൽ കൂടുതൽ എന്താ നമുക്ക് അതാണ് വിനയം. നമ്മുടെ വിനയം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, ഞാൻ ഇനിഷ്യേറ്റഡ് ആണ്, സെക്കൻഡ് ഇനിഷ്യേറ്റഡ് ആണ്, ഇത്രയും നാളത്തെ സേവനം എനിക്കുണ്ട്, ഞാൻ സീനിയർ ആണ് എന്നൊക്കെ ഉള്ള ഒരു ഭാവം നമുക്ക് സാധാരണ, കാരണം എന്ന് വെച്ചാൽ ഭൗതിക ലോകം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അറിയാതെ പോലും നമ്മുടെ മനസ്സിൽ വരും. ചില സമയത്ത് അങ്ങനെ വന്നാലും നമ്മൾ സ്വയം നമ്മളെ തിരുത്തണം. നമ്മൾ എപ്പോഴും നമ്മുടെ ഗുരുവിനെ സ്മരിക്കണം. ഗുരുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവിധ എന്താ പറയാ അപരാധത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അത് സ്വീകരിച്ച് ഗുരുവിനെ നമസ്കരിക്കണം. അപ്പൊ ആ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഗുരുവിനുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം അതെല്ലാം സ്വീകരിക്കും. അദ്ദേഹം അതെല്ലാം സ്വീകരിച്ച് അവരോട് സ്നേഹത്തിന്റെ ആ ആനന്ദത്തിന്റെ നിർവൃതിയിലാണ് അദ്ദേഹം അവരോട് തിരിച്ചു പെരുമാറാറുള്ളത്. ശ്ലോകം 165. ഏനായേന ദേഹീതേ അശ്രുഹയ മനേയാര സേയി നേത്രേ ആവിഛിന്ന വാഹേ അശ്രുധാര. മീനകേതന രാമദാസിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഏതൊരുവന്റെ കണ്ണുകളിൽ നിന്നും താനേ കണ്ണുനീരൊഴുകുമായിരുന്നു. എന്തെന്നാൽ മീനകേതന രാമദാസിന്റെ കണ്ണുകളിൽ നിന്ന് നിരന്തരം അശ്രുധാര പെയ്തുകൊണ്ടേയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് ഈ അശ്രു എന്ന് പറയുന്നത് വെറുതെ വരത്തില്ല. ശ്രീല പ്രഭുപാദ പറയാറുണ്ട്, പെണ്ണുങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അല്ലെങ്കിൽ അതുപോലെ ചാണക്യം പറയാറുണ്ട്, പെണ്ണുങ്ങളുടെ ആയുധമാണ് കണ്ണുനീരെന്നൊക്കെ. ഇപ്പം ഈ ഭാഗവതത്തിനകത്ത് ഹസ്തിനപുരം വിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് സ്ത്രീകളൊക്കെ കരയും. അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെയൊക്കെ കണ്ണുനീര് വരും. കണ്ണുനീര് വരുമ്പോഴാ അവര് പെട്ടെന്ന് അവര് വിചാരിക്കും, നമ്മളിപ്പോ ഇങ്ങനെ കരയുന്നത് ശരിയല്ല, കാരണം അത് ഓസ്പിഷ്യസ് അല്ല. ഭഗവാൻ പോകുമ്പോൾ ഭഗവാന്റെ സന്തോഷത്തോടെ യാത്ര അയക്കണം, കണ്ണുനീര് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അമംഗളമാണ്. ഭഗവാൻ ഇപ്പൊ ഒരു യാത്ര പോവുകയാണ്, അപ്പൊ ഭഗവാനെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കണം എന്ന് പറഞ്ഞ് അവര് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം പാടുന്നത്. അദ്ദേഹം ആദ്യം ഭഗവാനോട് ചോദിക്കുന്നത്, എപ്പോഴാണോ ഭഗവാനെ എന്റെ കണ്ണിൽ നിന്ന് അങ്ങയുടെ തിരുനാമങ്ങൾ ഗ്രഹിക്കവേ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്, എപ്പോഴാണ് എൻ്റെ കണ്ഠങ്ങൾ ഗൽഗതങ്ങളാകുന്നത്, എപ്പോഴാണ് എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത്, അതാണ് നയനം ഗളദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിശിതം വപൂ കഥ തവ നാമ ഗൃഹണീ ഭവിഷ്യതി. അപ്പൊ അങ്ങയുടെ തിരുനാമം ഗ്രഹിക്കവേ എപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്. നമ്മൾ നാമം ജപിക്കുമ്പം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകണമെന്നാണ്. ഒരിക്കലും മെറ്റീരിയൽ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് നിന്ന് കരയാൻ പാടില്ല. അപ്പോ അത് ഹൃദയശുദ്ധി ഉണ്ടാകണം. അപ്പോ ഈ ഹൃദയശുദ്ധി എന്ന് പറയുന്ന എങ്ങനെയാ കൈവരിക്കുന്നത്? നമ്മൾ നിരന്തരമായ നാമജപത്തിൽ കൂടി ആർജിച്ചെടുക്കുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഹൃദയശുദ്ധി വരുമ്പം ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാവുകയും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണാനും ഭഗവാന്റെ നാമത്തിൽ ഒരുപാട് രുചി ഉണ്ടാവാനും അതുപോലെ മറ്റ് ഭക്തന്മാരോട് നമുക്ക് അതീവമായിട്ടുള്ള എന്താ പറയാ റെസ്പെക്ട് ഉണ്ടാകാനും ഇതെല്ലാം ഇത് നമ്മുടെ ഹൃദയശുദ്ധി കൈവരിക്കുമ്പോഴേ സാധ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം നമ്മളിൽ എപ്പോഴും നിലനിൽക്കും. നമ്മളിലെ വിനയം ഉണ്ടാവില്ല. അതൊക്കെ എന്ന് വെച്ചാൽ സാധാരണ ബദ്ധജീവാത്മാക്കൾക്ക് ഭൗതിക ലോകത്തുണ്ടാകുന്ന ചില സ്വഭാവങ്ങളാണ്. കാരണം എന്താണ്? അവരെല്ലാവരും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ സ്വാധീനത്തിലായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നാമം ജപിച്ചും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യും ഭഗവത് കഥകൾ കേട്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ വന്നു ചേരും. അപ്പൊ ഹൃദയശുദ്ധി വരണം. അപ്പം ആ ഹൃദയശുദ്ധി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയാ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരും. അതുപോലെ ശരീരം വിറവുള്ള അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട്. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരിക, ശരീരം വിറകൊള്ളുക, പിന്നെ അതുപോലെ തന്നെ
എന്താ ഗൽഗത ഉണ്ടാവുക, പിന്നെ രോമാഞ്ചം ഉണ്ടാവുക, ശരീരത്ത് ഇങ്ങനെ രോമകൂപങ്ങൾ എഴുന്നു നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ചിലര് ഫെയിന്റ് ആകും, എന്ന് വെച്ചാൽ പിന്നെ ശരീരം വിയർക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ ആദ്യം ചെല്ലുന്ന സമയത്ത് ജഗന്നാഥ എന്ന് വിളിച്ച് 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 അദ്ദേഹം ഓടി 2 കൈകളും നീട്ടി അവിടെ ചെന്ന് അദ്ദേഹം ഭഗവാനെ കാണുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കാനായിട്ട് ഓടുന്നതാണ്. രാധാറാണിയും ഭഗവാനുമാണ് അല്ലെ. രാധാഭാവത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനായിട്ട് എന്താ ശ്രീ രാധാറാണിയുടെ വിരഹവേദന അനുഭവിക്കുന്ന ശ്രീ ജഗന്നാഥ്. അപ്പൊ അവര് രണ്ടുപേരുടെയും കൂടെ കൂടിക്കാഴ്ച എന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് മനസ്സിലാകുന്നതല്ല. അതൊക്കെ വളരെ ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയുടെ അല്ലെങ്കിൽ പ്രേമത്തിന്റെ, അവിടെ ഭക്തിയല്ല അതിലുപരി പ്രേമത്തിന്റെ ആ ഒരു കൈമാറ്റമാണ്, എക്സ്ചേഞ്ച് ആണ്. ഓടിച്ചെന്ന് ഭഗവാൻ അവിടെ ബോധരഹിതനാകും. അപ്പൊ ഇതേപോലെ ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം പോലും അറിയാതെ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ സന്തോഷത്തും കൊണ്ട്, അദ്ദേഹത്തിന്റെ ആനന്ദം കൊണ്ട് അദ്ദേഹം ചിലരെ തല്ലും, ചില ആൾക്കാരുടെ ദേഹത്ത് ചാടിക്കയറും. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ, അവിടെ ഭയങ്കര തിരക്കാ. ഞങ്ങൾ ഈയിടെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ജഗന്നാഥന്റെ വിവാഹ ദിവസമെന്ന് പറഞ്ഞു. 10,000-കണക്കിന് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിന്നാ മതി, ആൾക്കാർ നമ്മളെ കൊണ്ടുപോകും. ഫ്രണ്ടിലൊന്നും നിൽക്കാനേ പറ്റത്തില്ല. ഇങ്ങനെ ഒഴുകുന്ന പോലെ, സമുദ്രം ഇങ്ങനെ തിര പോലെ ഒഴുകുന്ന പോലെയാണ്, അത്ര തിരക്ക്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഇതുപോലെ ഭയങ്കര തിരക്കാ ജഗന്നാഥിനെ കാണാനായിട്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഗരുഡസ്തംഭത്തിലിട്ട് അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാ ഒരു സ്ത്രീ ഗരുഡസ്തംഭത്തെ പിടിച്ചിട്ട് കാലെടുത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ തോളെ വെച്ചിട്ട് ഈ ഗരുഡസ്തംഭത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജഗന്നാഥിന്റെ ദർശനം എടുക്കുകയാണ്. അപ്പോഴാണ് അപ്പൊ അവരിതൊന്നും അറിയുന്നില്ല, ഞാനൊരാളിന്റെ ദേഹത്ത് ചവിട്ടിയിട്ടാ നിൽക്കുന്നതെന്നൊന്നും. അവർക്ക് ജഗന്നാഥനെ കാണണം എന്നുള്ള ആ ഒരൊറ്റ അംബീഷനേ ഉള്ളായിരുന്നു. അപ്പം ഗോവിന്ദൻ, അതായത് ഭഗവാന്റെ സെക്രട്ടറിയാണ്, അപ്പൊ അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് വേഗം ഇവരെ താഴെ പിടിച്ചിറക്കി വെച്ച് ചോദിച്ചു, നിങ്ങൾ എന്താ വൈ കാണിക്കുന്നത്? നിങ്ങൾ ആരുടെ ദേഹത്ത് തോളത്ത് ചവിട്ടിക്കൊണ്ടാ നിങ്ങൾ ജഗന്നാഥനെ കാണാൻ കയറിയെന്ന് ചോദിച്ചു. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അപ്പൊ ഇവരങ്ങ് പെട്ടെന്ന് ചാടി ഇറങ്ങി പറഞ്ഞ സോറി പറഞ്ഞു ഞാനാ ശരിക്കും എനിക്കും ഈ അദ്ദേഹത്തിന്റെ തോളിലാ ഞാൻ കാല് വെച്ചെന്ന് എനിക്ക് ആ ഒരു ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവര്, കാരണം എനിക്കിങ്ങനെ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ കയറിപ്പോയത്, ആരാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവര് മാപ്പ് ചോദിച്ചു. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇത്രമാത്രം ഈഗർനെസ് ഉണ്ടായിരുന്നില്ല ജഗന്നാഥിനെ കാണാന്. അവർക്കാണെങ്കിൽ അവര് എന്റെ തോളിലാണ് അവര് കാല് വെച്ച് കയറിയെന്ന ബോധം അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ഒരിക്കലും അവർക്ക് ശാരീരിക ബോധം ഉണ്ടായിരുന്നില്ല, ശാരീരിക അവബോധം ഉണ്ടായിരുന്നില്ല അവർക്ക്. നമ്മൾ എവിടെ ചെന്നാലും ശാരീരിക അവബോധത്തോടു കൂടിയാണ് നമ്മൾ എന്തിനേയും കാണുന്നതും അതിനെ സ്വീകരിക്കുന്നത്. പക്ഷെ ആ സ്ത്രീ, അവർക്ക് എത്രമാത്രം ഈഗർനെസ്, എനിക്ക് എത്രമാത്രം ഈഗർനെസ് ജഗന്നാഥിനെ കാണാൻ ഉണ്ടായിരുന്നില്ല. അവരെത്ര ഭാഗ്യവതിയാണ് ആ സ്ത്രീ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നെടുവീർപ്പിടുകയാ ചെയ്തത്. ഇത്രയും ജഗന്നാഥനോടുള്ള ആ സ്നേഹം, അദ്ദേഹത്തിന്റെ ദർശനം എടുക്കാനുള്ള ആ ഔത്സുക്യം അവർക്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവരുടെ പാതാരവിന്ദങ്ങളിലാണ് പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടത്. കാരണം അവരുടെ ആ പാദത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കും ജഗന്നാഥിനെ കാണാനുള്ള ഇത്രയും ഈഗർനെസ് ഉണ്ടാകും. അദ്ദേഹം അങ്ങനെ പറഞ്ഞ് റിപ്പന്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവരുടെ അനുഗ്രഹത്താൽ ജഗന്നാഥനെ കാണാനുള്ള കടുത്ത ആകാംക്ഷ എന്നിലും ഉടലെടുക്കും. അപ്പൊ നമുക്കെല്ലാം അങ്ങനെയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ കേട്ട്, ഇതൊക്കെ ഓരോരോ സംഭവങ്ങളും ഓരോരോ ലീലകളും ഇതൊക്കെ കേൾക്കുമ്പോഴാ നമുക്ക് ജഗന്നാഥിന്റെ അടുത്തായാലും നമ്മൾ ഭഗവാന്റെ അടുത്തായാലും എപ്പോഴും ഭഗവാനെ കാണും. ഇപ്പൊ തന്നെ ഗുരുവായൂർ പോകുമ്പോഴായാലും എത്രമാത്രം, ഇപ്പൊ പുറത്ത് പല ലോകം പല സംസാരവും വല്ലോ, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ആ വൈകുണ്ഠ ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം മറന്ന് ആ ഭഗവാനെ ഒരു നോക്കേ കണ്ടുള്ളെങ്കിലും അവര് നമ്മളെ പിടിച്ചു മാറ്റിയാലും ശരി, നമ്മുടെ മനസ്സിൽ ആ ഒരു സംതൃപ്തി, ആ ഒരു നിമിഷം കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഓസ്റ്റിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ജഗന്നാഥനെ കാണാനുള്ള കടുത്ത ആകാംക്ഷ,
എന്നിൽ ഉദിക്കണം. അപ്പൊ നമ്മളും അതുപോലെ പ്രാർത്ഥിക്കണം. ഭഗവാനെ കാണാനുള്ള ആകാംക്ഷ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ. ഇപ്പൊ നമ്മള് പിന്നെ ഭഗവാനെ ഒന്ന് നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ നാമം ജപിച്ചും നമ്മൾ ഭഗവത് സേവനം ചെയ്തും ചില ആൾക്കാർക്കൊക്കെ ഭഗവാനെ കാണും, ചിലര് സ്വപ്നത്തിൽ കാണുന്നെന്ന് പറയും. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ ഒരിക്കലും ഭക്തന്മാർ ആഗ്രഹിക്കത്തില്ല ഭഗവാന്റെ ഇപ്പൊ ജഗന്നാഥന്റെ ദർശനം എന്ന് വെച്ചാൽ അത് പിന്നെ ആ വിഗ്രഹമാണെങ്കിലും ജഗന്നാഥൻ തന്നെയാണത്, അല്ലേ? അത് ഭഗവാനുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ സ്വയമാണ് അത് ജഗന്നാഥ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവരുടെ ആ ഹൃദയത്തിലുള്ള ആ ആകാംക്ഷ. അപ്പൊ അതേപോലെയായിരുന്നു. അതാ ഈ പിന്നെ മീനകേതന രാമദാസന്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഭക്തി. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ, നയനം ഗളത് അശ്രുധാര, എപ്പോഴും ഇങ്ങനെ കണ്ണുനീര് വാർത്തുകൊണ്ടേയിരിക്കും അദ്ദേഹം. അപ്പൊ അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ട്, അതായത് എന്താ, നയനം ഗളദശ്രുധാരയ വദനം ഗദ്ഗദരുദ്ധയാകിര, എപ്പോഴും എന്താ പറയാ, ശരീരത്തിന്റെ പിന്നെ ഗൽഗതങ്ങൾ ഉണ്ടാകുക, സംസാരിക്കുന്ന സമയത്ത് ഗൽഗതം ഉണ്ടാകുക. ഭഗവാനോട് എല്ലാ കാര്യങ്ങളും പറയാനൊക്കത്തില്ല. ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, നിഷ്കളങ്കമായിട്ട് ഓടി വന്ന് പറയാൻ വരുന്ന സമയത്ത് വിഷമം ഉണ്ടെങ്കിൽ എല്ലാ ഗദ്ഗതം കൊണ്ട് അവർക്ക് പിന്നെ പൊട്ടി പോകും, വാക്കുകൾ ബ്രേക്ക് ആകും. അപ്പൊ അതേപോലെയാണ് ഭക്തന്മാരുടെ ആ ഭാവം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ശരീരം എപ്പോഴാണ് ഭഗവാനെ പുളകം ഉണ്ടാകുന്നത് എന്റെ ശരീരത്തിന്, പിന്നെ അങ്ങയുടെ നാമം ശ്രവിക്കുമ്പോഴാ. അപ്പൊ അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു നാമം ജപിച്ചിങ്ങനെ കീർത്തനം ചെയ്ത് പോകുമ്പോഴാ എപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീർ അശ്രുധാര ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഭക്തന്മാർ ഓടി ചെന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ട് ആ കണ്ണുനീര് അവരെടുത്ത് കുടിക്കുമായിരുന്നു. കാരണം അത് അമൃതിന് തുല്യമാണ്, ഭഗവാനിൽ നിന്ന് വരുന്ന ആ ആത്മീയ ശരീരത്തിൽ നിന്ന് വരുന്ന കണ്ണുനീർ. അപ്പൊ അത്രമാത്രം ഭക്തിയുടെ പരിപൂർണത എന്നൊക്കെ പറയുന്നത് അതാണ്. നമുക്കതിനെയൊക്കെ ചിന്തിച്ചാലും എത്രമാത്രം അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും നമുക്ക് നമ്മൾ അത്രേ ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഭഗവാനെയും നാമത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ്. അപ്പം അത്രമാത്രം ഉന്നതമായ ഗുണങ്ങളാണ് ഭക്തന്മാർക്കുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ കണ്ണിൽ നിന്നിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ അശ്രുക്കൾ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ? നിത്യാനന്ദ പ്രഭുവിനോടുള്ള ഭക്തി, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ഭക്തി അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സില്. ശ്ലോകം 166. കാഫുകോന അംഗേ ദേക്കി പുളക കദംബ ഏക അംഗേ ജാഠ്യ താൻഡ്ര ആര അംഗേ കാമ്പ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ കദംബ പുഷ്പങ്ങൾ വിടരും പോലെ ഹർഷപുളകങ്ങൾ പൊട്ടിപ്പുറപ്പെടും. മറ്റു ചിലപ്പോൾ ഒരംഗം സ്തംഭിക്കുകയും മറ്റൊന്നും സ്തംഭനം കൊള്ളുകയും ചെയ്യും. അപ്പൊ അതേപോലെയാണ്. അപ്പൊ ഭഗവാനെ കാണുമ്പോഴത്തേക്ക് ശരീരം വിറകൊള്ളുമെന്ന് നമ്മൾ പറയത്തില്ലേ, ശരീരം വിറയ്ക്കും, വിയർപ്പുണ്ടാകും, അതുപോലെ രോമാഞ്ചമണിയും. അപ്പൊ ഇതൊക്കെ അതാണ്. അപ്പൊ കൃഷ്ണന് വേണ്ടി ബാഷ്പകണങ്ങൾ, അതായത് അശ്രുധാര, പിന്നെ അതുപോലെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇങ്ങനെ എന്താ കദംബ പുഷ്പങ്ങൾ വിടരുന്നത് പോലെയാണ് ഹർഷപുളകങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഓരോ ഭാഗത്തു നിന്നും. അപ്പൊ ശരീരം എന്ന് പറയുന്നത് നമ്മൾക്ക് ഹർഷപുളകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഹർഷോന്മാദം എന്ന് പറയും, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ചിലര്, ഹർഷോന്മാദം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ചില ഭാഗങ്ങൾ കദംബ പുഷ്പങ്ങൾ വിടരുന്നത് പോലെയാണ് ഹർഷപുളകങ്ങൾ. ഇങ്ങനെ അതിങ്ങനെ പൊട്ടി വിടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ചില പിന്നെ പരലൈസ് പോലാകും ചില സമയത്ത്. ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ഇതുപോലെ ഭഗവാന്റെ കഥ കേട്ട് അദ്ദേഹം എന്താണ് വിപ്രലംബ ഭാവം ഉണ്ടായിട്ട് ആ വിരഹവേദന സഹിക്കാമേ അദ്ദേഹം കൂർമ്മ ചൈതന്യ എന്ന പോലെ ആയി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അദ്ദേഹം ഇങ്ങനെ പിന്നെ ഒരു കൂർമ്മത്തിന്റെ പോലെയായി. അതിനാണ് കൂർമ്മ ചൈതന്യ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഓരോരോ പല പല ഭാവങ്ങൾ അദ്ദേഹം തന്റെ ഭക്തിയിലൂടെ അദ്ദേഹം പ്രകടമാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കൃഷ്ണന് വേണ്ടിയാണ് നമ്മൾ കണ്ണുനീർ തൂകേണ്ടത്, അല്ലെങ്കിൽ കണ്ണുനീർ പൊഴിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ആവരുത്. അതാണ് ബാഷ്പബിന്ദു എന്ന് പറയുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു അതൊക്കെ തന്നെയാണ്. അപ്പം അതാണ് വിരഹ ദുഃഖം. ചൈതന്യ മഹാപ്രഭു പഠിച്ചപ്പോ വിരഹ ദുഃഖത്തോട് വേണം നമ്മൾ ഭഗവാനെ സേവിക്കാൻ. ഭഗവാനെ, എന്നാണ് എനിക്ക് ഇപ്പം അങ്ങയുടെ നാമങ്ങൾ കേൾക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല, അങ്ങയെ കാണുമ്പോൾ എനിക്ക് ദേഹം വിറകൊള്ളുന്നില്ല, എന്റെ തൊണ്ട ഇടറുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്റെ പോരായ്മകളാണ്.
അപ്പൊ നമ്മുടെ പോരായ്മകളാണ് ഇതൊക്കെ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത എന്താണ് നാമം ജപിക്കുമ്പോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം വിറകൊള്ളാത്തത്? ഈ ലക്ഷണങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ പ്രകടമാകാത്ത എന്താണ്? സ്റ്റിൽ നമ്മൾ ബോഡിലി കോൺഷ്യസിലാണ്, ഞാൻ എന്ന ഭാവത്തിലാണ് നാം ഇപ്പോഴും. അപ്പൊ അതൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ കഥകള്, ഭഗവാന്റെ കഥകൾ കേട്ടും കൂടുതൽ നാമം ജപിച്ചും കൂടുതൽ പ്യൂരിറ്റി നേടിയും ഒക്കെ നമ്മൾ അതൊക്കെ ആർജിച്ചെടുക്കണം. അപ്പോ ഈ വിപ്രലംബ സേവ എന്ന് പറയുന്ന ഗോസ്വാമിമാരാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായി? അവർ പഠിപ്പിച്ചു തരുന്നപ്പോ അവരൊക്കെ എന്ന് വെച്ചാൽ ആധികാരികളാണ്, പ്രാമാണികരാണ്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ നേരിട്ട് ഉള്ള പിന്തുടർച്ചക്കാരാണ് ഈ ഗോസ്വാമിമാരെന്ന് പറയുന്നത്. അപ്പൊ അവരെപ്പോഴും കൃഷ്ണനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ രാധേ, ഹേ ഹേ രാധേ, ഹേ വ്രജദേവികേ, ഹേ നന്ദസൂനു കുത. എവിടെയാണ് രാധിക? എവിടെയാണ് ലളിത? ഹേ നന്ദസൂനു, കൃഷ്ണൻ എവിടെയാണ്? ഹേ നന്ദസൂനു കുത, എവിടെയാണ് കൃഷ്ണൻ? അതായത് ഗോസ്വാമി അഷ്ടകത്തിനകത്തുണ്ട് ആ ശ്ലോകം. ഹേ രാധേ വ്രജദേവികേ ചലളിതേ, ഹേ നന്ദസൂനോ കുത, ശ്രീ ഗോവർദ്ധന കൽപപാദപതളേ കാളിന്ദീവനീകുത, ഘോഷന്താവിധി സർവതോ വ്രജപുരേ, ഖേദൈർമഹാവിഹ്വലൗ വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവഗോപാലകൗ. അപ്പൊ ചോദിക്കുന്ന ഏതാണ്? ഹേ രാജേ, വ്രജദേവി, ഹേ ലളിതേ, ഹേ നന്ദസുധ, നിങ്ങൾ എവിടെയാണ്? കാളിന്ദി തടത്തിലെ വൃക്ഷച്ചുവടുകളിലോ അതോ ഗോവർദ്ധനഗിരിയിലോ? എന്നിങ്ങനെ വിരഹവേദനയാൽ വൃന്ദാവനത്തിലാകെ വിലപിച്ച് നടക്കുകയായിരുന്നു ഈ ഗോസ്വാമിമാർ. അപ്പൊ അതാണ്, അവരെപ്പോഴും അന്വേഷിക്കുകയാണ് കൃഷ്ണനെ, രാധാറാണി എപ്പോഴും അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ സഹജിയാസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ട് വൃന്ദാവനത്തില്. അവരെപ്പോഴും ഗോപി ഭാവത്തിൽ, ആ ഭാവം ഡ്രസ്സൊക്കെ ധരിച്ച് അവരതിൽ അതേപോലെ രാസലീലയാടാനൊക്കെ തയ്യാറാണ്. അവര് ഞങ്ങൾക്ക് കൃഷ്ണനെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ ഒരിക്കലും ഗോസ്വാമിമാര് പറയില്ല കൃഷ്ണൻ എവിടെയാണ്, എവിടെയാ. അതാണ് ഇപ്പൊ ഞാൻ പാടിയതാണ്. അപ്പൊ ഈ ഗോസ്വാമിമാരുടെ അവരുടെ ആത്മഗതമാണത്. എവിടെയാണ് കൃഷ്ണൻ? എവിടെയാണ് രാധിക? എവിടെയാണ് ലളിത? എവിടെയാണ് ഇവരൊക്കെ? ഭഗവാൻ എവിടെയാണ്? അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ സഹജിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ അവര് പറയും, ഇന്നലെ സാധാരണ ആൾക്കാരും നമ്മൾ കേട്ടിട്ടുണ്ട്, സെന്റിമെന്റൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ കൃഷ്ണഭക്തി എന്ന് പറയുന്ന ഒരിക്കലും സെന്റിമെന്റൽ അല്ല, അതെല്ലാം പ്രാക്ടിക്കലാണ്. അപ്പം ഇപ്പൊ ഇന്നലെ രാത്രി ഞാൻ കൃഷ്ണനെ കണ്ടു, എന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി, ഇതൊക്കെയാണ് അവര് പറയുന്നത്. ഇന്നലെ രാത്രി ഞാൻ കൃഷ്ണനെ സ്വപ്നം കണ്ടായിരുന്നു, പക്ഷെ എന്റെ വസ്ത്രങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയി. കാരണം അവര് അഭിനയിക്കുകയാണ്. യഥാർത്ഥ ഭക്തി, വിപ്രലംബ ഭാവം, രാധാറാണിയുടെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നത് രാധാഭാവത്തിലാണ് അല്ലേ? ശ്രീരാധാഭാവേ ഗൗരായാവതാർ. അപ്പൊ ശ്രീരാധാഭാവത്തിലാണ് ഗൗര അവതാരം. അപ്പൊ നമ്മൾ അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓരോന്നും നമ്മൾ ഈ ചൈതന്യ ചരിതാമൃതം ഒക്കെ പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഭാഗവതത്തിൽ നിന്ന് നമുക്ക് എല്ലാ തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും ഭഗവാന്റെയും ഭക്തന്മാരുടെയും ലീലകൾ മനസ്സിലാക്കുകയും 530 വർഷം മുമ്പ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതാണ് പുറമേ കൃഷ്ണനും, ഉള്ളിൽ കൃഷ്ണനും പുറമേ ഗൗരയും. അതാണ് ഉള്ളിൽ കൃഷ്ണനും. അങ്ങനൊരു ശ്ലോകം ഉണ്ടായിരുന്നു, അന്ത കൃഷ്ണ ബഹിർ ഗൗര ദർശിതാംഗാദി വൈഭവം കലോ സങ്കീർത്തനാദേ സ്മ കൃഷ്ണ ചൈതന്യം ആശ്രിത. അന്ത കൃഷ്ണ ബഹിർ ഗൗര. അപ്പം ഉള്ളില് കൃഷ്ണനാണ്, പുറമെ നോക്കിയാല് ഗൗര. അദ്ദേഹം ഒരു ഭക്തന്റെ രൂപത്തിലാണ് വന്നത് അല്ലെ? എല്ലാം പഠിപ്പിച്ചിട്ടു നമ്മളെ, എല്ലാം. കാരണം നമ്മൾ പക്ഷെ പഠിക്കണം, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനൊക്കെ ഭഗവാനോടും നിത്യാനന്ദ പ്രഭുവിനോട് പ്രാർത്ഥിക്കണം. കാരണം നിത്യാനന്ദ പ്രഭുവാണ് ചൈതന്യ മഹാപ്രഭുവിനെക്കാട്ടിൽ മേഴ്സിഫുൾ ആണ്, അത്രമാത്രം മേഴ്സിഫുൾ ആണ് ശ്രീ നിത്യാനന്ദ പ്രഭു. അതുകൊണ്ടാണ് ഇത്രയും അദ്ദേഹത്തിന്റെ ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യൻ വന്നിരുന്ന് അദ്ദേഹത്തിന്റെ ആ മഹിമകളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ നിത്യാനന്ദ പ്രഭു ആരായിരിക്കും? അദ്ദേഹത്തിന്റെ ശക്തി, അദ്ദേഹത്തിന്റെ മഹിമ എത്രമാത്രമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ്. അപ്പോ നമ്മള് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ സഹജിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ രീതിയിലാണ് ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നത്. അവർക്ക് കാണാൻ പറ്റി. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ടുള്ള ഒരു ഊഹാഭോഗമാണ്. ഇന്നലെ
സ്വപ്നത്തിൽ വന്നു കൃഷ്ണൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പല ഡിവോട്ടികളായാലും നമ്മുടെ കൂട്ടത്തിലൊക്കെയുള്ള ചില ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ പക്വത മിച്ചർ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, നമുക്കൊരിക്കലും ഭഗവാനെ കാണാൻ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കത്തില്ല. എന്താ, നാമം ജപിക്കുന്നുണ്ട്, നാമവും അതാണ് നാമത്തിലുള്ള വിശ്വാസം. ശ്രീ നിത്യാനന്ദ പ്രഭു അദ്ദേഹം ഒരു നാമഹട്ട തുടങ്ങി. എവിടെയാ? നാദിയയില്. നാദിയ ഗോദ്രുമേ നിത്യാനന്ദ മഹാജൻ. നാദിയ നഗരത്തിൽ അദ്ദേഹം ഒരു നാമഹട്ട തുടങ്ങി. ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പം മായാപൂരിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നാമഹട്ടയുണ്ട്. പിന്നെ നമ്മുടെ ഈ കോൺഗ്രിഗേഷണൽ പ്രീച്ചിങ് സെന്റേഴ്സിനെല്ലാം നമ്മൾ നാമഹട്ട എന്നാണ് പറയാറ്. എന്താ നാമഹട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് നാമം ജപിക്കുക, അവിടെ ഭാഗവതം ഭഗവത്ഗീത പഠിപ്പിക്കുക, അതുപോലെ അസോസിയേഷൻ ചെയ്യുക, മൂർത്തി ആരാധന ചെയ്യുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ അതാണ് നമ്മളൊരു നാമഹട്ട, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കോൺഗ്രിഗേഷൻ. അവിടെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കുറെ ഡിവോട്ടികൾ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അതിന് പിന്നെ നാമഹട്ട. അപ്പൊ ഈ നാമഹട്ട അത് തുടങ്ങി വെച്ചത് ശ്രീ നിത്യാനന്ദ പ്രഭുവാണ്. അപ്പൊ അദ്ദേഹം ഈ നാമഹട്ട എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് പ്ലേസിനാണ് നാമഹട്ട എന്ന് പറയുന്നത്. അപ്പൊ ഡിവോട്ടികളെല്ലാം അവിടെ വരിക, എന്ത് വാങ്ങിക്കാനാ വരുന്നത്? പർച്ചേസ് ചെയ്യുന്ന എന്താണ്? ഹരിനാമം പർച്ചേസ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പൊ അതായത് കൽപ്പകവാടി, ഗോദ്രുമ കൽപ്പകവാടി എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് ജയപതാക സ്വാമി. അപ്പൊ അദ്ദേഹം ആ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഭക്തിവിനോദ ഠാക്കൂർ അദ്ദേഹമാണ് ആക്ച്വലി ഈ നമ്മുടെ ഈ ഭക്തിവൃക്ഷ അല്ലെങ്കിൽ നാമഹട്ട ഒക്കെ ഇത്രയും പ്രചരിപ്പിച്ചത് ഭക്തിവിനോദ ഠാക്കൂറാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എഴുതിയതാണിത്. ഈ നിത്യാനന്ദ പ്രഭു ഒരു മാർക്കറ്റ് പ്ലേസ് തുടങ്ങി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഹരിനാമം വിൽക്കുകയാണ്. അപ്പൊ ഹരിനാമം വിൽക്കുമ്പം ആൾക്കാർ ഓരോരുത്തർ അറിഞ്ഞു കേട്ട് പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ വരും. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഭക്തന്മാര് കൂടുതൽ സെന്ററിലേക്ക് വരിക, അവിടെ ഹരിനാമം എല്ലാവരും കൂടെ കൂട്ടായിട്ട് ജപിക്കുക, ഹരിനാമത്തെ പർച്ചേസ് ചെയ്യുക. എന്താ പകരം കൊടുക്കേണ്ട പ്രൈസ്? നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിയാൽ അതിന് പകരം കൊടുക്കേണ്ട എന്താണ്? പണം കൊടുക്കണം. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കണം, ബാർട്ടർ സിസ്റ്റത്തില. അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? പക്ഷെ നിത്യാനന്ദ പ്രഭു വെച്ച കണ്ടീഷൻ എന്താണ്? ആർക്കാണോ വിശ്വാസമാണ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതാണ് നമ്മൾ എപ്പോഴും അതാ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും വിശ്വാസം എന്നാണ്. നമുക്ക് ആർക്കാണോ വിശ്വാസം ഉള്ളത്, ഹരിനാമത്തിൽ വിശ്വാസം ഉള്ളവർക്കെല്ലാം ഹരിനാമം കൊടുക്കും. അതാണ് നിത്യാനന്ദ പ്രഭുവിന്റെ ജോലി. അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ഹരിനാമം അന്ന് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട എല്ലാ ഭക്തരും അല്ലെങ്കിൽ എല്ലാ ആചാര്യന്മാരും, ഈവൻ ഭക്തിവിനോദ ഠാക്കൂർ ആവട്ടെ, അല്ലെങ്കിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീ പ്രഭുപാദ് ആവട്ടെ, നിന്നുള്ള ആചാര്യന്മാരാവട്ടെ, എല്ലാവരും ഇതിന് കൂടുതൽ നാമ പ്രചരണത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രം കലിയുഗത്തിൽ കൂടുതൽ ജപിച്ചാലേ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ മൂഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കൂടുതൽ നാമം ജപിക്കും തോറും നമ്മുടെ മനസ്സിന് പരിശുദ്ധി വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാവം, ആ വിപ്രലംബ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം നമുക്ക് ചൈതന്യ മഹാപ്രഭു ആരാണ്, നിത്യാനന്ദ പ്രഭു ആരാണ്, എന്താണ് അവരുടെ മിഷൻ, എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹരിനാമം അത്രമാത്രം കൂടുതൽ നമ്മൾ ജപിക്കണം. അതാണ് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശ്വാസം, കാരണം കലിയുഗം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, മായ വളരെ സ്ട്രോങ് ആണ്. എപ്പോഴും നമ്മൾ ഹരിനാമത്തെ, ഞങ്ങളുടെ ഗുരുക്കന്മാരും ഒക്കെ പറയുമായിരുന്നു ഞങ്ങളോട് എപ്പോഴും, ഹരിനാമത്തെ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, കൂടുതൽ ആശ്രയിക്കുക. നമുക്ക് ഈ ലോകത്ത് ഭഗവാനെ പിന്നെ കാണാൻ പറ്റാത്ത ആളിനെ ഇപ്പം നമ്മൾ കാണാനായിട്ട് അതിന് ശ്രമിക്കുന്നതിന് പകരം ഹരിനാമം ജപിച്ച് നമ്മൾ അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പം നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം വെളിവാകും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ശുദ്ധീകരണ പ്രക്രിയ, ആ പ്രോസസ്സ് ശരിക്കും നടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എപ്പോഴും അതാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത്രമാത്രം എന്താ പറയാ, ഭഗവാനോടുള്ള ആ ഭക്തി, ഈ രാമദാസൻ അദ്ദേഹത്തിന് ഭഗവാനോടുള്ള ഭക്തി, നിത്യാനന്ദ പ്രഭുവിനുള്ള വിശ്വാസം,
അപ്പോൾ അതുപോലെയൊക്കെ അദ്ദേഹത്തിന്റെ ആ ചേഷ്ടകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പൊ അതാണ് ലക്ഷണം എന്ന് പറയുന്നത്. ഇവൻ അർജുനനും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാനോട് ചോദിക്കുന്നതാണ്. അവനവന്റെ ഭാഷ, അവനവന്റെ നടപ്പ്, ഭാവം, ഇതെല്ലാം ചൈതന്യ മഹാപ്രഭു ഇതിന്റെ എല്ലാം മൂർത്തിഭാവമായിരുന്നു. ശ്രീ നിത്യാനന്ദ പ്രഭു ഇതിന്റെ എല്ലാം മൂർത്തിഭാവം തന്നെയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഈ നാമം ജപിക്കുമ്പോഴൊക്കെ, കീർത്തനം ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തില് ഇങ്ങനെ പല പല വികാര വിക്ഷോഭങ്ങൾ, അതുപോലെ ഇങ്ങനെ പൂക്കൾ വിടരുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഹർഷപുളകങ്ങളും പൊട്ടിമുളയ്ക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ മനസ്സിലാക്കണം. അപ്പം ചില സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരംഗസ്തംഭം, ഇതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനും സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചൈതന്യം ഇപ്പം ഈ ഭക്തന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ആചാര്യന്മാരെ, ഭഗവാനെ അതേപോലെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്, അതേപോലെ അവരെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളും അതുപോലെ വേണം. നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് ഓരോ ദിവസവും നമുക്ക് ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാര് നമുക്ക് നിന്ന് കിട്ടുന്ന ആ ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ അബ്സോർബ് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറക്കണം. എന്നാൽ മാത്രമേ നമുക്കിത്, അല്ലെങ്കിൽ എന്താ, അത് കേട്ടു പോയി, പിന്നെ അടുത്തത് കേട്ടു അതും പോയി. അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഭക്തി, വിശേഷിച്ച് നമുക്ക് എന്താ പറയാ, ഡിവോട്ടികളുമായിട്ട് പരിപൂർണമായിട്ടുള്ള സമ്പർക്കം. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ചിലരൊക്കെ കോൾ ഡൗൺ ആകുന്നതിന്റെയും ഒഫൻസീവ് ആകുന്നതിന്റെയും ഒക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ്. ശ്ലോകം 167. നിത്യാനന്ദ ബലിയേ ബേകരേന ഹുങ്കാര താഹാ ദേഖി ലോകേ രഹയ മഹാചമത്കാര. വിവർത്തനം. അദ്ദേഹം നിത്യാനന്ദന്റെ നാമം അലറി വിളിച്ചപ്പോഴൊക്കെ ചുറ്റും നിന്നിരുന്ന ആളുകൾ അത്യന്തം വിസ്മയിക്കുകയും സ്തബ്ധരാവുകയും ചെയ്തു. അപ്പൊ അതാണ് ഭഗവാന്റെ നാമം ഉറക്കെ വിളിക്കുക. ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്തത്? ഹരേ കൃഷ്ണ. എപ്പോഴും ആരെ കണ്ടാലും പറയാം ഹരേ കൃഷ്ണ ജപോ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ ജപിക്കൂ, ഹരേ കൃഷ്ണ ജപിക്കുന്നു ഓരോരുത്തരോടും പറയും. അതുപോലെ ഈ പറഞ്ഞ രാമദാസൻ, അദ്ദേഹം എന്താ ചെയ്തത്? എപ്പോഴും നിത്യാനന്ദ പ്രഭുവിന്റെ നാമം അലറി വിളിക്കും. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര വിസ്മയം ഉണ്ടാകും. ഓ, എത്രമാത്രം ആനന്ദത്തോടു കൂടിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ അദ്ദേഹം എത്രമാത്രം ആ ഗുരുവിൽ അദ്ദേഹം തന്റെ യജമാനനിൽ അദ്ദേഹം എത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ വേണം നമ്മൾ നമ്മുടെ ഗുരുവിൽ അത്രമാത്രം വിശ്വാസം അർപ്പിക്കണം. ഗുരുവിലും ഭഗവാനിലും ഉള്ള വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മുന്നോട്ട് നമുക്ക് ആത്മീയ പുരോഗതിക്ക് വേണ്ടി നമ്മളെ നയിക്കുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയാറുണ്ട്, യുഗായുധം നിമിഷേന ചക്ഷുഷാ പ്രാവൃഷായികം. അതായത്, അല്ല ഗോവിന്ദ, അങ്ങയുടെ ഓരോ യുഗം അങ്ങയെ കാണാൻ, അതായത് ഭൗതിക ലോകത്ത് അങ്ങയെ എനിക്ക് കാണാൻ പറ്റുന്ന, അതാണ് വിപ്രലംബ ഭാവം. മനസ്സിലായി അദ്ദേഹത്തിന്റെ വിരഹവേദന. അപ്പൊ യുഗായുധം നിമിഷേന ചക്ഷുഷാ പ്രാവൃഷായുധം, അതായത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അശ്രു ബാഷ്പബിന്ദുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ യുഗവും ഓരോ നിമിഷവും എനിക്കൊരു യുഗം പോലെയാണ് അനുഭവപ്പെടുന്നത്. എന്താ, ഓരോ അങ്ങയെ കാണാൻ പറ്റാത്ത ഓരോ നിമിഷം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ ഭഗവാനെ ഇങ്ങനെ അന്വേഷിച്ച് ഓടുകയാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ അന്ത്യലീലയിലൊക്കെ അദ്ദേഹത്തിന് എപ്പോഴും കൂടുതൽ കെയർ ചെയ്യുകയും എപ്പോഴും അവരുടെ അടുത്തിരിക്കുകയും പരിചരിക്കുകയും. കാരണം അപ്പോഴത്തേക്കൊക്കെ അദ്ദേഹത്തിന്റെ ആ വിരഹവേദന അത് അങ്ങ് ഒരു മൂർച്ഛിക്കുമായിരുന്നു. അതൊക്കെയാണ് ശരിക്കും ഭക്തിയുടെ ഏറ്റവും ഉന്നത തലങ്ങൾ എന്ന് പറയുന്നത്. നമുക്കങ്ങ് അവിടം വരെയൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. ഇപ്പൊ ഗോപികമാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? അവര് പൂർണ്ണമായിട്ടും അവര് ഭഗവാന് സമർപ്പണം ചെയ്തവരാണ്. അവരെ ആരെയും നമുക്കൊരിക്കലും ഈ ഭൗതിക ലോകത്ത് ആരെയും കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂട്ട് ആകാനോ, ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ശ്രമിക്കാൻ, എനിക്കൊരു ഗോപികയാകണം, എനിക്കും ആ ഗോപീഭാവം, അതാണ് സഹജിയാസിന് മാത്രമേ അതൊക്കെ പറ്റത്തുള്ളൂ. ഗോപീഭാവത്തിലൊക്കെ അവര് ആടിക്കളിക്കാറുണ്ട്. പക്ഷേ ഭക്തരെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദാസാനുദാസ. ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഗോപി ഭർത്തൃ പദകമലയോ, അവരുടെ പാതാരവിന്ദങ്ങളിലെ ദാസന്മാരുടെ ദാസന്റെ അങ്ങനെ കോടാനുകോടി ദാസന്മാരുടെ ഒരു ദാസനാകാനെങ്കിലും ഭാഗ്യം സിദ്ധിച്ച നമ്മള്
അതിനെ പരിപൂർണമായിട്ട് പ്രയോജനപ്പെടുത്തുക, അതാണ് പറയുന്നത്. അപ്പം ഭഗവാന് ഗോവിന്ദ അവിടുത്തെ വിരഹത്താൽ എനിക്ക് ഒരു യുഗം, ഒരു നിമിഷം എന്ന് പറയുന്ന ഒരു യുഗം പോലെയാണ് തോന്നിക്കുന്നത്. ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു നിമിഷമായിരിക്കും, പക്ഷെ എനിക്കതൊരു വളരെ ദീർഘം തോന്നുന്നു ആ സമയത്തിന്. അതായത് 12 വർഷവും അതിൽ കൂടുതലായ തോന്നുന്നു ഒരു നിമിഷം എന്ന് പറയുന്നത്. അത്രമാത്രം ദീർഘം തോന്നുന്നു ഒരു നിമിഷത്തിന് പോലും. ഇപ്പം ഭഗവാൻ കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പൊടിപടലങ്ങളൊക്കെ പിടിച്ച് പിന്നെ നിരകളൊക്കെ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ എന്താ 2 കണ്ണ് മാത്രം കാണാം, 2 കണ്ണ് മാത്രം ഇങ്ങനെ കാണാം. മൊത്തം പൊടിയായിരിക്കും വൈകുന്നേരം പശുക്കളെയൊക്കെ മേയിച്ചേച്ച് വരുന്ന സമയത്ത്. അപ്പൊ ഈ ഗോപികമാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കും ഭഗവാനെ കാണാനായിട്ട്. കാത്തിരിക്കുന്ന സമയത്ത് അപ്പം ഇവര് പറയുന്ന എന്താ, ഞങ്ങളിങ്ങനെ അങ്ങ് പിന്നെ അവിടുന്ന് പിന്നെ കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അങ്ങേ ഒരു നോക്ക് കാണാനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോ ഈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇമ വെട്ടുന്നത്. അപ്പൊ അതുപോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അന്നേരമാണ് അവര് ബ്രഹ്മാവിനെ കുറ്റം പറയുന്നത്, സൃഷ്ടാവിനെ. ഈ ബ്രഹ്മാവ് ഇത് എന്ത് ബ്രഹ്മാവായത്, ഞങ്ങൾക്ക് എന്തിനായി കണ്ണിന് ഇമകൾ തരുന്നത്? ഈ ഇമകൾ അടയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്രയും നേരം ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ ഭഗവാനെ? അപ്പൊ അതാണ് ഭക്തി, അതാണ് പ്രേമം, അതാണ് വിശ്വാസം. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ ഉന്നതമായ തലങ്ങളായാലും ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന് ഹർഷോന്മാദം ഉണ്ടാകണം. നമുക്കിതൊന്നും പിന്നെ അനുഭവിക്കുകയല്ലെങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് കേൾക്കുന്ന തന്നെ നമുക്ക് പരിശുദ്ധി ഉണ്ടാകും. ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ഗോപികമാര്, ഭഗവാനോടുള്ള ആ സ്നേഹം, അവരുടെ ആ അഹൈതുകമായിട്ടുള്ള ആ പ്രേമം, ഒരു കാരണവുമില്ല. പ്രേമിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരെ കംപ്ലീറ്റ്ലി അവര് ടോട്ടലി സറണ്ടർ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേ അതാണ്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ നാമം അരളറി വിളിക്കുമ്പോഴത്തേക്കും ചുറ്റും നിന്നിരുന്ന ആൾക്കാർ വിസ്മയിക്കും. എത്രമാത്രം സന്തോഷം അവർ അനുഭവിക്കുന്നത്. ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോഴത്തേക്ക് എന്താ സന്തോഷം, അല്ലേ? സന്തോഷം ഉണ്ടാകുന്നു, കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അങ്ങയുടെ അഭാവത്താൽ ഈ ലോകം എനിക്ക് ശൂന്യമായി അനുഭവപ്പെടുന്നു ഭഗവാനെ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. എനിക്ക് ശൂന്യമാണ്, ശൂന്യായുധം ജഗത് സർവം, ജഗത്ത് ഈ ലോകം മുഴുവൻ ശൂന്യമായിട്ട് തോന്നും. അതേപോലെ ഇദ്ദേഹം ഭഗവാന്റെ നാമം അലറി വിളിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര അതിശയമാണ്. അവിടെ എല്ലാം ഭക്തരാണ്, എന്നാൽ പോലും അവര് വിസ്മയത്തോടെ നോക്കി സ്തബ്ധരായി പോവും ഭഗവാന്റെ നാമം അലറി വിളിക്കുമ്പോൾ. ഗുണാർണവ മിശ്ര നാമേ ഏക വിപ്ര ആര്യ ശ്രീമൂർത്തി നികടേ തേൻ പോ കരേ സേവാകാര്യ. ഒരു ആദരണീയനായ ബ്രാഹ്മണനായ ശ്രീ ഗുണാർണവ മിശ്ര വിഗ്രഹ സേവനം ചെയ്യുകയായിരുന്നു. അപ്പൊ അന്നേരം അദ്ദേഹം അവിടെ ഇരുന്ന സമയത്ത് വിഗ്രഹ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ ഗുണാർണവ മിശ്ര, ബ്രാഹ്മണനാണ്. അങ്കനെ അസീയ തേൻ ഹോന കൈല സംഭാഷ താഹദേഹി കൃതഹന ബലേ രാമദാസ. അപ്പൊ മീനഹേതൻ അങ്കണത്തിൽ ഇരുന്നപ്പോൾ ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തെ ആദരിച്ചില്ല. ഇത് കണ്ട് കുപിതനായ ശ്രീരാമദാസൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ പറയല്ലോ, നേരത്തെ പറഞ്ഞ അതാണ്, ഭക്തരെ കാണുമ്പോഴ പോയി നമസ്കരിക്കുക എന്നുള്ളത് ഒരു ആചാരമാണ്, നമ്മുടെ വൈഷ്ണവ കമ്മ്യൂണിറ്റിയിലെ ഒരു ആചാരമാണത്. പക്ഷേ അവിടെ ഈ ബ്രാഹ്മണന് അദ്ദേഹം ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വിഗ്രഹ സേവ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഇദ്ദേഹം കയറി വന്നപ്പോ അദ്ദേഹത്തിനെ ആദരിച്ചില്ല. അപ്പം രോമഹർഷണ ബലദേവാദേഹയേന കൈല പ്രദ്യുദ്ഗാമ. അതായത് ഇവിടെ ഞാൻ രണ്ടാമത്തെ രോമഹർഷണ സൂതനെ കാണുന്നു. രോമഹർഷണൻ ബലരാമനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. അപ്പൊ ഇദ്ദേഹം ഉടനെ പറഞ്ഞതാണ്, കാരണം നിത്യാനന്ദ പ്രഭുവിനോട് അല്ലെങ്കിൽ ബലരാമനോട് സ്നേഹവും ആദരവും ഉള്ളവര് എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിക്കണം. അദ്ദേഹത്തിന്റെ ഭൃത്യനായാലും അദ്ദേഹത്തെ നമസ്കരിക്കണം. ഒരിക്കൽ നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് രഘുനാഥദാസ ഗോസ്വാമി ദൂരെ നിന്ന് നമസ്കരിച്ചു. അദ്ദേഹം അന്നേരമാണ് പണിഷ്മെന്റ് കൊടുത്ത് നമ്മളിപ്പം പാനിഹട്ടി ആഘോഷിക്കുന്നത്. അതേപോലെ ഈ ബ്രാഹ്മണൻ ഇദ്ദേഹത്തെ പിന്നെ നമസ്കരിച്ചില്ല. അദ്ദേഹത്തിന് അല്പ ദേഷ്യം വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ ഭക്തനാണ്. അപ്പം എന്ത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായാലും അത് ഇദ്ദേഹത്തിനും കോപമൊന്നും ഉണ്ടായില്ല. അപ്പൊ അത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബലദേവദേഹി, ഞാൻ ഇവിടെ രണ്ടാമത്തെ രോമഹർഷണ സുതനെ കാണുന്നു എന്നാണ് പറയുന്നത്. രോമഹർഷണ സുതൻ ആരാണ്? അദ്ദേഹം സൂത ഗോസ്വാമിയുടെ പിതാവാണ്, അല്ലെ? അപ്പം ഈ കുരുക്ഷേത്ര യുദ്ധം ഹസ്തിനപുരത്തില്
പാണ്ഡവരും കൗരവരും പടയ്ക്കരുതെന്ന് കേട്ടിട്ട് ബലരാമൻ നിഷ്പക്ഷത പാലിച്ചു. അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളും ഒക്കെ പിന്നെ പുണ്യക്ഷേത്രങ്ങളും സ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ചു. അങ്ങനെ നൈമിഷാരണ്യത്തിലെത്തി. നൈമിഷാരണ്യത്തിൽ എത്തിയ സമയത്ത് അവിടെ ഈ മഹാമുനികൾ അപ്പൊ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇവര് ഭഗവാനെ പൂജിക്കുന്നു, പിന്നെ ഈ മാന്യമായ ഇരിപ്പിടം നൽകിയൊക്കെ ചെയ്തു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വ്യാസാസനത്തിൽ ഇരിക്കുകയായിരുന്നു രോമഹർഷൻ. രോമഹർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രോമാഞ്ചം ഉണ്ടാകുന്ന ആളെന്നാണ് അർത്ഥം. രോമഹർഷൻ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ഇദ്ദേഹം എഴുന്നേറ്റ് ഇപ്പം ബലരാമൻ ആ ഒരു സന്നിധിയിലേക്ക് കയറി വരുമ്പോ ഭഗവാന്റെ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ. ആ ഭഗവാൻ ഗ്ലോറിഫൈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഭഗവാൻ തന്നെ കയറി വന്ന് അദ്ദേഹത്തെ ആദരിക്കണം. അപ്പൊ വ്യാസാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം പിന്നെ ആദരിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അപരാധം ചെയ്തത് കണ്ടുകൊണ്ട് അതികുപിതനായി ബലദേവൻ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കുശാഗ്രം കൊണ്ട് ഒരു കുശാഗ്രാസ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ സ്പർശിച്ചിട്ട് അദ്ദേഹത്തെ വധിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് മുനിമാരൊക്കെ അസ്വസ്ഥരായി. കാരണം അദ്ദേഹം ബ്രാഹ്മണ ബ്രാഹ്മണനെയാണ് നിങ്ങൾ വധിച്ചത്. അപ്പൊ അതുകൊണ്ട് പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്ത് ഇതിനൊക്കെ അറുതി വരുത്തണം. കാരണം അതല്ലെങ്കിൽ ബ്രാഹ്മണനെ വധിച്ചതിന്റെ ശിക്ഷ ചിലപ്പോ അങ്ങ് പിന്നെ അനുഭവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് പറഞ്ഞപ്പോഴാ അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരുവന്റെ പുത്രനായി ജന്മം എടുക്കുന്ന അവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്താണ് ഉഗ്രശ്രവസ് എന്ന് വെച്ചാൽ സൂത ഗോസ്വാമിയാണ്. ഇപ്പൊ നമ്മള് സൂത ഉവാച എന്ന് പറഞ്ഞ ശ്രീമദ് ഭാഗവതത്തിൽ വായിക്കുന്ന ആ ഭാഗം, അതുപോലെ അത് ആ ഉഗ്രശ്രവസ് എന്നാണ്. എന്ന് വെച്ചാൽ ഉഗ്രശ്രവസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ കേൾക്കുക, ഉഗ്രശ്രവസ്, അതായത് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെയാണ്. ഇപ്പം സൂത ഗോസ്വാമി പറയുന്നുണ്ട് എന്താണ് ശൗനക ഋഷിയോട്, അതായത് ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് ഞാൻ എന്താണോ ഗ്രഹിച്ചത് അതേപടി ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ആദ്യത്തെ സ്കന്ധത്തില് ഈ ശൗനക ഋഷിയുടെ നേതൃത്വത്തില് നൈമിഷാരണ്യത്തിലെ ഈ ഋഷീശ്വരന്മാര് സൂത ഗോസ്വാമിക്ക് ഇരിപ്പിടം കൊടുത്ത് അവർക്ക് ഒരു 6 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശുകദേവ ബ്രഹ്മർഷിയിൽ നിന്ന് എന്താണോ കേട്ടത്, എന്താണോ ഞാൻ മനസ്സിലാക്കി അതേപോലെ ഞാൻ പറഞ്ഞു തരാമെന്ന്. അതേപോലെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അത്രയ്ക്ക് ഗ്രാസ്പിംഗ് പവർ ഉള്ള ആളാണ്. അതാണ് അദ്ദേഹത്തെ ഉഗ്രശ്രവസ് എന്ന് വെച്ചാൽ ശ്രവണശേഷി കൂടുതലുള്ള ആള്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രനായ, അതായത് രോമഹർഷണന്റെ മകനാണ് ഈ ഉഗ്രശ്രവസ്, അതായത് സൂത ഗോസ്വാമി. അദ്ദേഹത്തെ പിടിച്ച് ആ വ്യാസാസനത്തിൽ ഇരുത്തി അദ്ദേഹത്തിന്റെ പുരാണ പ്രഭാഷകന്റെ പദവിയും മുനിമാരുടെ ആഗ്രഹം അനുസരിച്ച് ദീർഘായുസും പിഴയ്ക്കാത്ത ഇന്ദ്രിയ ബലവും ഒക്കെ നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹത്തെ കൊണ്ടാണ് പിന്നെ അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അങ്ങനെ രോമഹർഷണനെ വധിച്ച കാര്യം. അപ്പൊ അതേപോലെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇപ്പം ഞാൻ വന്നിട്ട് എന്നെ ഈ ബ്രാഹ്മണൻ, അതായത് അദ്ദേഹത്തിന്റെ പേര് ശ്രീ ഗുണാർണവ മിശ്ര എന്നാണ്. അദ്ദേഹം വിഗ്രഹ സേവനം ചെയ്യുകയാണെങ്കിൽ പോലും ഭാഗവത സേവ ചെയ്യ ഒരു അടുത്ത ഒരു രോമഹർഷണനാണല്ലോ ഇവൻ എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ ഈ രണ്ടാമത്തെ രോമഹർഷണ സുതനെ കാണുന്നു. രോമഹർഷണൻ ബലരാമനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. അതേ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാബേലി നാശേഗായ കരയെ സന്തോഷ കൃഷ്ണകാര്യ കരേ വിപ്രാന കരില രോഷ. ഇത് പറഞ്ഞ് അദ്ദേഹം യഥേഷ്ടം പാടി നൃത്തം ചെയ്തു. ബ്രാഹ്മണൻ പക്ഷേ കോപിച്ചില്ല. കാരണം അദ്ദേഹം അപ്പോൾ കൃഷ്ണനെ സേവിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ബ്രാഹ്മണനായാലും അപ്പം ഇത് അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ദേഷ്യം ഉണ്ടായില്ല. കാരണം ഞാൻ ഭഗവാനെ സേവിക്കായിരുന്നു, വിഗ്രഹസേവ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് ഈ മീനകേതന രാമദാസൻ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാഭക്തനായിരുന്നു. അദ്ദേഹം കൃഷ്ണദാസ കവിരാജന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹങ്ങളെ പൂജിക്കുകയായിരുന്ന പുരോഹിതൻ ഈ ഗുണാർണവ മിശ്ര. ഞാനിത് ഇത്രയും അങ്ങ് തീർക്കാമെന്ന് തീർക്കാം ടൈം. ഓക്കെ, ഇതും കൂടെ തീർത്തിട്ട് അപ്പം നൈമിഷാരണ്യത്തിലെ മുനിമാരുടെ മഹാസഭയിൽ സംസാരിക്കുമ്പോഴും ഇതുപോലൊരു സംഭവം ഉണ്ടായി. അപ്പൊ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേതന രാമദാസിന്റെ മനോഭാവത്തിന് ഭക്തന്മാരെതിരൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ ഈ ബ്രാഹ്മണനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതൊന്ന് തീർത്ത് അന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച ഞാൻ ഈ ഒരു ശ്ലോകം കൂടെ എടുത്തു.
ओके, हरे कृष्णा, थैंक यू वेरी मच। श्रील गुरुदेव की जय, प्रभुपाद की जय, श्री चैतन्य चरितामृतम की जय, नित्याय गौर प्रेमानंदे, हरि हरि बोल। ഹരി ഹരി ബോൾ. हरि ഹരേ കൃഷ്ണ थैंक यू മാജി. वेरी मच। हरे कृष्णा, थैंक यू 171 वेरी വരെ അല്ലേ മാജി വായിച്ചേ? अदे 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 ആ ഓക്കെ മാജി. ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം. ഇന്നലെ ഞങ്ങൾ വഴിയിൽ വെച്ച് ഒരാളെ കണ്ടപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കൃഷ്ണന്റെ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വപ്നത്തില് ഭഗവാൻ വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മള് പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് കൃഷ്ണ ഭക്തരായി? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ വണ്ടി ഒരു കറുത്ത സ്കൂട്ടറാണേ. ഉടനെ അയാളുടെ ആ കറുത്ത വണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ ഈ കളർ കണ്ടോ, ഈ കളറാണ് ഭഗവാന്റെ കളർ. ഇനി കണ്ടില്ല എന്ന് പറയരുത്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഈ കളറാണ് ഭഗവാന്റെ, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളവരടുത്ത് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും മാജി? അതൊക്കെ നമ്മൾ അവരുടെ വിശ്വാസം, അവർക്ക് ഇച്ചിരിയെങ്കിലും ഭഗവാനോട് വിശ്വാസം ഉണ്ടാവട്ടെ അവർക്ക്. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇപ്പം പറയത്തില്ലയോ, അതായത് കാർമേഘം കാണുമ്പം ഭഗവാനെ ഓർമ്മ വരുമെന്ന്. കാർമേഘം കാണുമ്പം ഭഗവാനെ ഓർമ്മ വരും പിന്നെ ഈ ഗോപികമാർക്ക്. അതേപോലെ തന്നെ ചില ഭക്തന്മാർക്ക് കറുപ്പ് കളർ, ഇപ്പൊ ഭഗവാൻ കറുപ്പ് നിറമാണ്, അപ്പൊ എന്റെ വണ്ടിയുടെ നിറം കറുത്തിരുന്നോട്ടെ, അത് ഒക്കെ ഒരു തരം സെന്റിമെന്റൽ ഭക്തിയാണ്. അവര് ഈ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലോ പിന്നെ അല്ലെങ്കിൽ നാമം ജപിച്ചുള്ള ഭക്തിയോ അല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ഈ ഭഗവാനോടുള്ള ഒരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെയാണത്. അവരത് പ്രകടിപ്പിക്കും. ഇപ്പൊ അവര് നമ്മളോട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾ സ്വപ്നത്തിൽ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എന്റെ റിയലൈസേഷൻ. നിങ്ങളിപ്പം കണ്ടോളൂ, കൃഷ്ണന്റെ നിറം കറുപ്പാണ്, അല്ലെങ്കിൽ എന്റെ വണ്ടി ഞാൻ കറുത്ത നിറമാണ്, നിങ്ങളുടെ മനസ്സിൽ അതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞത്, അത് അവരുടെ മനോഭാവം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതാ നേരത്തെ പറഞ്ഞു, ആരും ആഗ്രഹിക്കില്ല. പ്രഭുപാദ ഒരിക്കലും പറയത്തില്ല. ഒരിക്കൽ പിന്നെ ചില പ്രഭുപാദയോട് അമേരിക്ക വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ, മുൻപിൽ ഇരുന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു. അപ്പൊ പ്രഭുപാദ ആദ്യമൊന്നും അത് ഗവനിച്ചില്ല. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണ ആൾക്കാര്, അവര് വേദങ്ങളോ ശാസ്ത്രങ്ങളോ പിന്നെ അല്ലെങ്കിൽ ആചാര്യന്മാരിൽ നിന്ന് ശ്രവിക്കുകയോ ഒന്നും കേൾക്കാതെ അവരുടെ ഊഹാപോഹങ്ങളിലൂടെ അവർ ഈശ്വരനെ തേടുന്നവരാണ്. ആ രീതിയിൽ അവർക്ക് പോകട്ടെ ഭക്തി. ഇപ്പം പിന്നെ ഭാഗവത്തിനകത്ത് പറയുന്നുണ്ട്, ഇപ്പൊ ആചാര്യന്മാരെ സ്വീകരിച്ചില്ലെങ്കിലും ചിലർക്ക് ഉന്നതമായ ഭക്തി ചിലർക്ക് ഉണ്ടാകും. അത് അവരെ ഒരു അടുത്ത ജന്മത്തിൽ ഒരു ഗുരുവിനെ കിട്ടും. അതാണ് നമ്മൾ പല ജന്മങ്ങൾ എടുത്തു വരുമ്പം ഗുരുവിന്റെ അനുഗ്രഹം പിന്നെ ഉണ്ടാകും ഒരു ജന്മത്തില്. എന്നെങ്കിലും അയാള് സിൻസിയർ ഭക്തനാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെങ്കിലും ഒരു ഗുരുവിന്റെ അനുഗ്രഹം കിട്ടി. ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനൊക്കത്തില്ല. പിന്നെ അവരുടെയൊക്കെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, അവർക്ക് ആ ഒരു മനോഭാവത്തിൽ അവര് മുന്നോട്ട് പോയിക്കോട്ടെ, നല്ലത് തന്നെ. അങ്ങനെയെങ്കിലും അവര് ഭഗവാനെ ഓർക്കുമല്ലോ. കറുപ്പ് കണ്ടപ്പം ഭഗവാനെ ഓർത്തപ്പോ നല്ല തന്നെയാണ് ആ ഒരു മനോഭാവം. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി, വളരെ നന്ദി മാജി, വളരെ നന്ദി. നല്ല ക്ലാസ്, ഗംഭീരം, നന്നായിരുന്നു. താങ്ക് യു മാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ, ഹരി ബോൾ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. മാതാജി വിനയനിതാന്റെ അമ്മയാണ് മാതാജി. ഹരേ കൃഷ്ണ. ഓ ഹരിബോൾ മാതാജി, ഹരേ കൃഷ്ണ. മാതാജി ക്ലാസ്സിലുണ്ടായിരുന്നു, സന്തോഷം. ക്ലാസ്സിൽ കയറാറുണ്ട് മാതാജി. ഓ ഹരേ കൃഷ്ണ. ഇപ്പൊ എവിടെ, എറണാകുളത്തോ ക്ലാസ്സിൽ കയറാറുണ്ട്? തിരുവനന്തപുരത്ത് എവിടെയാ ഇപ്പം ഉള്ളത്? എറണാകുളത്താ. അവരങ്ങ് പോയില്ലേ, അവര് ബസ്കറ്റിൽ പോയല്ലോ. പോയല്ലോ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. ഹരി ബോൾ. താങ്ക് യു. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി, സൂപ്പർ ക്ലാസ്. ഹരേ കൃഷ്ണ. മാതാജി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു മാതാജി. പ്രഭു സുഖം തന്നെയല്ലേ? കാണരുത്, വ്യാഴാഴ്ച പ്രഭുവിന്റെ ക്ലാസ്. വ്യാഴാഴ്ച പ്രഭുവിന്റെ ക്ലാസ് നാളെ ഉണ്ടാവും. എപ്പോഴാണ് മാതാജി ഗുരുവായൂർക്കല്ല വരുന്നത്? ഗുരുവായൂർ വന്നായിരുന്നു ഞങ്ങള് ഞായറാഴ്ച. അതെ, ഈ ഞായറാഴ്ച? കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങള് ഗുരുവായൂർ, അത് പിന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു ഡേറ്റ് ഇൻസ്റ്റലേഷൻ ഉണ്ടായിരുന്നു. പണ്ട് മസ്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡിവോട്ടിയുടെയാ.
അപ്പൊ അവിടെ ശരി. ഞങ്ങള് അവര് ക്ഷണിച്ചതനുസരിച്ച് നമ്മള് പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഡിവോട്ടി, അവര് മസ്കറ്റിലാണ്. അപ്പൊ അവര് പിന്നെ മസ്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവര് പറഞ്ഞു നമുക്കെന്നാ ഗുരുവായൂരുടെ കയറിയിട്ട് കൊടുങ്ങല്ലൂര് പോകാമെന്ന്. അങ്ങനെ പിന്നെ തലേ ദിവസം സാറ്റർഡേ രാത്രി പോയിട്ട് അങ്ങനെ ഗുരുവായൂർ നേരിട്ട് പോയി അവിടുന്ന് പിന്നെ ദർശനമൊക്കെ എടുത്തിട്ട് കൊടുങ്ങല്ലൂര് വന്നേ. പക്ഷെ സെൻട്രൽ വന്നില്ലേ മാതാജി? അവിടെ സെൻട്രൽ വന്നില്ല? സെന്ററിൽ വന്ന് വെളുപ്പിനെ വന്ന് അവിടെ ആ സെന്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് അവിടുന്ന് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഭഗവാന്റെ ദർശനമൊക്കെ എടുത്ത് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാ പോകുന്നത്. ഈ ഞായറാഴ്ച ഞാൻ വന്നിട്ട് ഈ ഞായറാഴ്ച ഞാൻ ഉടുപ്പി പോയി, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഹരേ കൃഷ്ണ. വരും മാതാജി ഇടയ്ക്കെല്ലാം തിരുനാളായ. ഇനിയും ഭഗവാൻ അനുഗ്രഹിക്കുവാണെങ്കിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ദൂരയാത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഉറക്കമൊക്കെ നിന്ന് വരുമ്പോഴേ അതിൻ്റെതായ ചില പ്രശ്നങ്ങളിലൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ആരാണ്? മായ. മായ. ഓ ഹരേ കൃഷ്ണ. ഇനിഷ്യേറ്റീവ് നെയിം എന്താ? മായാതീതം. മായാതീതം. ഓ വെരി ഗുഡ്. മായാതീത മംഗളദേവിദാസി. മായാതീത മംഗളദേവിദാസി. എന്തായാലും ഞാൻ ഇവിടെ ഒത്തിരി പേരോട് പറഞ്ഞു മായ ഇനിഷ്യേഷൻ എടുത്ത കാര്യം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ കണ്ടു തുടങ്ങിയതാണല്ലോ, പരിചയമായത്. ഇപ്പം നിങ്ങൾ ആ ഇനിഷ്യേഷൻ ലെവലിൽ വരെ നമ്മുടെ സ്വയം പ്രയത്നം വേണം. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആഗ്രഹവും ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെയും എത്താം. ഗുരുവിനെ ഇപ്പൊ കിട്ടിയില്ലേ നേരിട്ട്? മാതാജിയുടെ ശിക്ഷാഷ്ടം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് കേറിയിരുന്നത്. അപ്പൊ ഇതെങ്ങനെ മാതാജി കാണാണ്ട് ഇത് ഇത്ര ഭംഗിയായിട്ട് ചൊല്ലണമെന്ന് ഞാൻ അന്ന് 10-15 വർഷമായിട്ടുണ്ട് തോന്നുന്നില്ലേ മാതാജി? അന്നേ തുടങ്ങി കേട്ട് നിങ്ങളൊക്കെ തന്നെയാണ് എന്റെ വഴി കാട്ടി. ഹരേ കൃഷ്ണ. എന്തായാലും അത് വഴി വിടാതെ പിടിച്ചു മുന്നോട്ട് കേറിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. കാരണം പിന്നെ ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വരുന്നവരിങ്ങനെ അവര് നാമം ജപിച്ച് അങ്ങനെയൊക്കെ അവർക്ക് അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോകണമെന്നൊന്നും ചിലര് ആഗ്രഹിക്കത്തില്ല. പക്ഷെ മായ ഈ ഒരു ശരിക്കും ഒരു നല്ല ഒരു ഡിസിഷൻ തന്നെ എടുത്ത് ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇനിഷ്യേഷൻ കിട്ടിയത്. വളരെ ജന്മം സാധിക്കുന്നു വിചാരിച്ചതല്ല മാതാജി, പക്ഷെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ഭഗവാൻ അത്. ഹരേ കൃഷ്ണ. മാതാജി അന്നും ഇന്നും ഒരു വ്യത്യാസവും ഇല്ല. പ്രഭു അതിൽ കൂടി അതിനേക്കാളും നല്ല, അതായത് ഭഗവാന്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് പ്രഭുവിന് ഇത്രയൊരു ഇത്. അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടപ്പോഴും പ്രഭു അതിനേക്കാളും നല്ല ഭഗവാന്റെ കാരുണ്യമുള്ളത് പോലെ നല്ല ഇത് തോന്നി. മാതാജി പ്രഭുവിനോട് പറയണേ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും പറയാം. ഭയങ്കര ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാജി. ക്ലോസ് ചെയ്യട്ടെ മാജി? ക്ലോസ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. പതിതാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദായ ഗൗരപ്രേമാനന്ദേ. ഹരേ ഹരേ. ഹരേ ഹരി. താങ്ക് യു വെരി മച്ച്.